എല്ലാവർക്കും I would have met you at Cochin, but you know that how it is difficult for me to travel. So I just apologize for not be physically present, but mentally I was there for the whole day session. I was there. Okay, sir. Thank you. We can understand your situation. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1865 ദിവസമാണ് ഇന്ന് നമുക്ക് ഒരു ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ സീന സുരനാണ്. ഡോക്ടർ സീന സുരന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീന സുരൻ ഡോക്ടർ നമുക്ക് നേരത്തെ പല ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇന്ന് ഡോക്ടർ എടുക്കുന്ന വിഷയം ആർണിക്ക ഡോക്ടറുടെ അനുഭവങ്ങൾ ആണ് നമ്മോടൊപ്പം ഇന്ന് പങ്കുവയ്ക്കുന്നത്. സീന സുരൻ ഡോക്ടർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ. ധാരാളം ഇതുപോലുള്ള ചെയ്യുന്ന ഡോക്ടറാണ് സീന സുരൻ ഡോക്ടർ. ഇന്നും നല്ലൊരു ക്ലാസ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോട് കൂടി ക്ലാസ്സിലേക്ക് കടക്കാം. സീന സുരൻ ഡോക്ടറുടെ വീഡിയോ കാണുന്നില്ലല്ലോ. അല്ലല്ലോ സൂസൻ സീന സുരൻ ഡോക്ടർ ഉണ്ടല്ലോ. സീന സുരൻ ഡോക്ടർ സാധാരണ കൂടുതൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ വളരെ മിടുക്കിയായി കൈകാര്യം ചെയ്യുന്ന ഡോക്ടറാണ്. കൂടാതെ പല മേഖലകളും ഡോക്ടർ വളരെ നന്നായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ കൂടിയാണ്. ഇന്നത്തെ സെഷനിലേക്ക് വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും സീന സുരൻ ഡോക്ടറെ ക്ഷണിക്കുന്നു. ഡോക്ടറെ തുടങ്ങും. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇടയ്ക്ക് നെറ്റ് പ്രോബ്ലം വരുന്നുണ്ടോ തോന്നുന്നല്ലേ? വരുന്നുണ്ട്. വൈഫൈ ഇല്ല ഇവിടെ. ഞാൻ അപ്പുറത്തെ മുറിയിലോട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവരെയും കാണാൻ സാധിച്ചത് നന്ദി. എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ മനസ്സിൽ ഓർത്തുകൊണ്ടും ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും നമ്മുടെ ഹോമിയോപ്പതി വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം. ഞാൻ ഇന്ന് ധനേഷ് ഡോക്ടർ ചോദിച്ചു മേടിച്ചതാണ് ഈ ആർണിക്ക എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. അതാണ് ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചാണ് ഈ ഒരു മീറ്റിംഗ് എനിക്ക് സംസാരിക്കണം ഡോക്ടറെ എന്ന് ഞാൻ ചോദിച്ചു. ഡോക്ടർ അതിനെ അനുവദിച്ചു. പെട്ടെന്ന് തന്നെ ഡോക്ടർ അടുത്ത ദിവസം നമുക്ക് ഒരു സൂം മീറ്റിംഗ് വെക്കാമെന്ന് പറഞ്ഞു. സന്തോഷം ഡോക്ടറെ, വളരെ താങ്ക്സ്. ശൈല ഡോക്ടറെ താങ്ക്സ്. ഓക്കെ. ഏറ്റവും ആദ്യം പറയുന്നത് ഇറ്റ്സ് എ വണ്ടർഫുൾ മെഡിസിൻ ഫോർ സ്കിൻ എന്നാണ്. അപ്പൊ നമുക്കറിയാവുന്നത് മാസ്റ്റർ ഓഫ് സ്കിൻ സൾഫർ ആണ്. അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മെഡിസിനാണ് ആർണിക്ക. നമുക്ക് എല്ലാവർക്കും അറിയാം. ജനങ്ങൾക്ക് അറിയാവുന്നത് ആർണിക്ക ഓയിലായിട്ടാണ്. പക്ഷെ നമുക്കറിയാവുന്നത് ആർണിക്ക ഒരു വണ്ടർഫുൾ മെഡിസിൻ ആയിട്ടാണ്. അപ്പൊ വണ്ടർഫുൾ മെഡിസിൻ ഫോർ സ്കിൻ എന്ന് ഞാൻ ആദ്യമേ സ്കിന്നിൽ തുടങ്ങുകയാണ്. സ്കിൻ എന്ന് പറയുമ്പോൾ ഈ സൾഫറും അങ്ങനെയുള്ള സ്കിൻ മെഡിസിൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കൊടുക്കാവുന്ന മെഡിസിനാണ് ആർണിക്ക. അത് കീനോട്ടിലും ബോർക്കിലും എല്ലാം തന്നെ അത് വളരെ വിശദമായിട്ട് ഉണ്ട്. അത്രയാരും ശ്രദ്ധിച്ചു കാണത്തില്ല. ആർണിക്ക എന്തുകൊണ്ടാണ് സ്കിന്നിന് ഇത്രയും പ്രോമിനന്റ് ആയിട്ടും അത്ര ക്ലിയർ ആയിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിട്ടും നമുക്ക് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാല്, ആർണിക്കയുടെ സ്പിയർ ഓഫ് ആക്ഷൻ എല്ലാവർക്കും അറിയാം. ബ്ലഡ് സർക്കുലേഷനിലാണ്, ആർട്ടറീസിലാണ്, വെയിനിലാണ്. അപ്പൊ എല്ലാ ഇടത്തും ആ ബ്ലഡ് എത്തിക്കുക എന്നുള്ള ഒരു
ആണ് ഈ ആർണിക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സ്കിന്ന് വളരെയായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതിന്റെ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സോറിയാസിസ് കേസ് ഇടമുളയ്ക്കൽ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് മിക്കവാറും ഒരുപാട് മെഡിസിൻ കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ കുളമായി എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ അങ്ങ് ഇതായിരിക്കുന്നു. അതായത് മൊത്തം അയാളെ ചാമ്പൽ പോലെയാണ് അയാളെ സ്കിന്ന് കണ്ടത്. അപ്പൊ നമുക്ക് ഒരു മെഡിസിനും പിന്നെ കൊടുത്താലും അഗ്രിവേറ്റ് ചെയ്യും. പിന്നെ കണ്ടുപോലും കാണാൻ വയ്യാത്ത വിധത്തിലാണ് അയാൾ എന്റെ മുമ്പിൽ ഒരു മുണ്ട് മാത്രം കൊടുത്താണ് അയാൾ വരുന്നത്. അത് ലെയ്മാനൊക്കെയാണ്. അപ്പൊ എനിക്ക് തോന്നി നമ്മൾ സാധാരണ എന്ത് ചെയ്യും, SL കൊടുത്ത് വിടും, സക്കാരം കൊടുക്കും. അപ്പൊ ഞാൻ കരുതി ഈ SL കൊടുക്കുന്നതിന് പകരം ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് കൂടട്ടെ എന്ന് വെച്ചാൽ ആർണിക്ക കൊടുത്തു. ആർണിക്ക 30 ആണ് കൊടുത്തത്. ആർണിക്ക 30 എഴുതിയിട്ടു, ഫെറംപോസും കൂടെ മാത്രമാണ് കൊടുത്തത്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞു ഞാൻ കാണുമ്പോൾ, അപ്പൊ അദ്ദേഹത്തെ കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. കാര്യം വളരെ ക്ലീൻ ആയിരിക്കുന്നു, ഒരു സ്കിന്നിനകത്തൊരു പാട് പോലും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെയാണ് പോയി ട്രീറ്റ്മെന്റ് ചെയ്തത്, ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തില്ലേ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറയാണ്, ഇല്ല ഡോക്ടറെ, ഞാൻ ഇവിടെ വന്ന് മരുന്ന് കഴിച്ചോണ്ടേയിരുന്നു. അന്നേരമാണ് ഞാൻ ഈ ആർണിക്ക ഇത്രമാത്രം എഫക്റ്റീവ് എങ്ങനെയാണ് സ്കിന്നിൽ എന്നത് ഞാൻ പഠിക്കുന്നതും ബുക്കെല്ലാം എടുത്തു വെച്ച് വായിക്കുന്നതും. ആർണിക്ക എന്ന് പറയുന്നത് സ്കിന്നിന് ഇത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് വരുത്തുന്നത് ആ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുകയും ആ ബ്ലഡ് ചെന്നിട്ട് HB കൂടുകയും ഓക്സിജൻ ലെവൽ കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ നമുക്ക് ആർണിക്ക വളരെ എഫക്റ്റീവായിട്ട് കൊടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും എല്ലാ സ്കിന്നിനും സൾഫർ 200 ഒരു ഡോസ് കൊടുക്കുമ്പോഴും SL ആയിരുന്നു ആദ്യം കൊടുത്തോണ്ടിരുന്നത്. അതിന് പകരം ഞാൻ ആർണിക്ക 30 കൊടുക്കുമായിരുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട്, അതായത് 3 മടങ്ങ് സ്പീഡിന് ആ സ്കിന്ന് ക്യൂർ ചെയ്യും. അതാണ് എൻ്റെ ഒരു അനുഭവം ഈ ആർണിക്ക സ്കിന്നില്. അതുപോലെ തന്നെ ഈ സ്കിന്നിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് കൊണ്ട് തന്നെ റോഡന്റ് അൾസർ അല്ലെങ്കിൽ നോൺ ഹീലിംഗ് അൾസറിൽ ആർണിക്ക ഒരു വണ്ടർഫുൾ മെഡിസിൻ ആണ്. വണ്ടർഫുൾ മെഡിസിൻ എന്ന് പറയുന്നത് ആർണിക്ക ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. ബ്ലഡ് സർക്കുലേഷൻ കൂടാതെ റോഡന്റ് അൾസർ എന്നല്ല ഒരു അൾസർ ഹീൽ ചെയ്യത്തില്ല. അപ്പൊ പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് റോഡന്റ് അൾസർ വന്നു കഴിഞ്ഞാൽ മാസങ്ങളും വർഷങ്ങളും ഡ്രസ് ചെയ്ത് നടക്കുന്ന കേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വളരെ ചലഞ്ചിങ് ആയിട്ടാണ് ഞാൻ എടുത്തത്. ഏത് ഉണങ്ങാത്ത മുറിവും ഞാൻ ഉണക്കി കൊടുക്കും എന്ന് ഞാൻ പബ്ലിഷ് ചെയ്തു ഓച്ചിറ ഹോസ്പിറ്റലിൽ വെച്ച്. അപ്പൊ അവിടുത്തെ ഒരു ലേഡി വന്നു, അവര് പരബ്രഹ്മത്തിൽ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ആ ലിംഫിനോട് ബ്ലോക്ക് ആണ്, ലിംഫിനോട് അങ്ങ് ബ്ലോക്ക് ആവും കുറച്ച് നാൾ ഇങ്ങനെ വരും. അപ്പൊ ആ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ലിംഫിനോട് ബ്ലോക്ക് മാറ്റുകയും ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹീലിംഗ് സപ്പോർട്ട് ചെയ്യും. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ കൊടുത്ത മെഡിസിൻ ആർണിക്ക ടിഞ്ചറാണ്. ആർണിക്ക ടിഞ്ചർ കൊടുക്കുമ്പം ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് റഷ് ചെയ്ത് വരികയും ബ്ലഡ് വരികയും ചെയ്യും. ഈ മഞ്ഞ നിറം ബ്ലഡ് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള മെഡിസിൻ കൊടുക്കേണ്ടത്. അത് ഏത് മെഡിസിനും ആവാം, മെക്സോൾ ആവാം, ആഴ്സാൽബാവ, ഏത് മെഡിസിനും ആവാം. ആ മെഡിസിൻ 1-2 പ്രാവശ്യം മാത്രം കൊടുത്താൽ മതി. അതിനോടൊപ്പം ലെഡം 30 ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ആർണിക്ക 30 ഇത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു റോഡന്റ് അൾസറിൽ ട്രീറ്റ്മെന്റ് ചെയ്താണ്. പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യൂല. സാധാരണ അലോപ്പതിയില് ഈ നോൺ ഹീലിംഗ് അൾസർ വന്നിട്ട് ഒരുപാട് പ്രായം ചെന്നവർക്കും ഡയബറ്റിക് അൾസറിനും ഒക്കെ ഓക്സിജൻ തെറാപ്പി കൊടുക്കുന്നുണ്ട്. ഓക്സിജൻ തെറാപ്പി കൊടുക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഓക്സിജൻ സപ്ലൈയും HB കൂട്ടുകയൊക്കെ ചെയ്യുന്ന തെറാപ്പിയാണ്. 1.5 ലക്ഷം രൂപ ചെലവ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ആർണിക്ക ടിഞ്ചർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഏത് റോഡന്റ് അൾസർ വന്നാലും ആർണിക്ക ടിഞ്ചർ കൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ നടത്താൻ പറ്റും. അതിൻ്റെയോടൊപ്പം മക്സോള ഏത് മെഡിസിൻ കൊടുത്താൽ വളരെ ചെറിയ മെഡിസിൻ കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ആ ഊണ്ട് ഹീൽ ചെയ്യാൻ തുടങ്ങും. ബ്ലഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ബ്ലഡ് വന്നാൽ മാത്രമേ അത് ഹീൽ ചെയ്ത് മാറത്തുള്ളൂ, അല്ലെങ്കിൽ ഹീൽ ചെയ്തിട്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്യും. അതാണ് ഈ സ്കിന്നിനകത്ത് നമുക്ക് ഈ ആർണിക്കയുടെ അത്ഭുതം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇൻഫെർട്ടിലിറ്റി തന്നെ. ഇൻഫെർട്ടിലിറ്റിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു മരുന്നിൽ ഒന്നാണ് ആർണിക്ക. അതായത് 2 കാരണത്തിൽ, അതായത് പിന്നെ ആണുങ്ങൾക്ക്, അതായത് മെയിലിന് വേരിക്കോസ് വരിക, അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവുക, പിന്നെ ഇങ്ങോട്ട് പിന്നെ സ്പേം വരാതിരിക്കുക, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ബ്ലോക്ക് അലിഞ്ഞു പോകണം. ബ്ലോക്ക് അലിഞ്ഞു പോകണമെങ്കിൽ നമ്മൾ കുറച്ച് മെഡിസിൻസ് ഉണ്ട്, ഹമാമിലിസ് ഉണ്ട്, ആർണിക്ക ഉണ്ട്, ദെൻ തയോസിനാമിൻ ഉണ്ട്, സൈലീഷ്യ 6 ഉണ്ട്. അതിനകത്ത് ആർണിക്ക നമ്മൾ നന്നായിട്ട് ആക്ട് ചെയ്യും.
ആർണിക്ക ലോ പൊട്ടൻസി ആണ് കൊടുക്കുന്നത് 30 ആണ്. 30 കൊടുത്താൽ നന്നായിട്ട് ആർണിക്ക ഇവിടെ സപ്പോർട്ടീവ് ആയിട്ട് ആക്ട് ചെയ്യും. അത് മാത്രമല്ല ഇജാക്കുലേഷൻ ഡിഫക്റ്റും ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസിയിലും ആർണിക്ക പ്രത്യേകിച്ചും ഈ ഡയബറ്റിക് പേഷ്യൻസിന് നമുക്ക് ഈ മെഡിസിൻ ആർണിക്ക നന്നായിട്ട് ആക്ട് ചെയ്യും. ആർണിക്കയുടെ ജിൻസൺ ടിഞ്ചറൂടെ കൊടുക്കാമെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ഈ കേസ് വളരെ സക്സസ് ആയിരിക്കും. ഇത് സബസർലേറ്റ് അങ്ങനെ കുറെ മെഡിസിൻ ചലൈഡിയൊക്കെ ഉണ്ട്. അതിനോടൊപ്പം ആർണിക്ക 30-200 കൊടുക്കുക. നന്നായിട്ട് ബ്ലഡ് റഷ് ചെയ്യുകയും ആ ഇമ്പോർട്ടൻസിക്ക് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. ഇനി ലേഡീസിന് നമ്മൾ ആർണിക്ക പല പ്രാവശ്യം നമ്മൾ പല കണ്ടീഷനിലും കൊടുക്കുമെങ്കിലും ഈ ആഫ്റ്റർ പ്രഗ്നൻസിയിലുള്ള മെയിൻ മെഡിസിൻ ആർണിക്കയാണ്. ആർണിക്ക കൊടുക്കാൻ കാരണം ഒരിക്കല് ഒരു 3-4-5 വർഷം കുട്ടികളില്ലായിരുന്ന കേസിൽ യൂട്രസിനകത്ത് ഈ ഫസ്റ്റ് മന്തിൽ തന്നെ ഇതിന് ഒരു ഹിമറ്റോമ മീൻസ് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോഴേ ഈ കുട്ടി കരഞ്ഞ് നിലവിളിച്ച് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ബുക്ക് എടുത്ത് വെച്ച് വീണ്ടും വായിച്ചു നോക്കിയപ്പോഴേ ബ്ലഡ് ക്ലോട്ട് അലിയുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആർണിക്കയാണ്, സേഫ് ആർണിക്കയാണ്. അതൊരു വെജിറ്റബിൾ കിങ്ഡത്തിലുള്ളതാണ്, വളരെ ഷോർട്ട് ആക്ടിങ് ആണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ യൂട്രസിനകത്ത് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ള ധൈര്യത്തിൽ ആർണിക്ക 200 ആണ് ഞാൻ കൊടുത്തത്. അത്ഭുതം എന്ന് പറയട്ടെ, ആ കുട്ടിയുടെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് കുട്ടിയെ കിട്ടത്തില്ലെന്നാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ അത് അലിഞ്ഞു പോയി. അന്നേരമാണ് ഞാൻ ആർണിക്ക ഇത്രമാത്രം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പിന്നെയും പഠിക്കുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചതിൽ 10-15 വർഷത്തിന് മുമ്പുള്ള കേസായി പറയണത്. ആ കേസിൽ ഞാൻ ആർണിക്ക പഠിച്ചു. അങ്ങനെ അംബിലിക്കൽ കോഡിലേക്ക് ഈ ബ്ലഡ് റഷ് ചെയ്ത് പോകാനും പിന്നീട് ആ കുഞ്ഞിന് യാതൊരു കുഴപ്പം വരാതിരിക്കാനും അബോർഷൻ ടെൻഡൻസി ഒഴിവാക്കാനും ഒക്കെ തന്നെ ആർണിക്ക നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഫസ്റ്റ് മന്ത് തൊട്ട് 8th മന്ത് വരെ, ഏകദേശം ലാസ്റ്റ് മന്ത് വരെ തന്നെ ആർണിക്ക ഞാൻ കൊടുക്കാറുണ്ട്. ആർണിക്ക 30 മാത്രമാണ്, 3 മാസത്തേക്കൊക്കെ ഒറ്റ നേരം മാത്രമാണ് കൊടുത്തു വിടുന്നത്. ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് അബോർഷൻ ടെൻഡൻസി ഒക്കെ വളരെ കുറച്ച് അങ്ങനെ ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി ആർണിക്ക തന്നെയാണ് കൊടുക്കുന്നത്. ആഫ്റ്റർ എല്ലാ ഓപ്പറേഷനും ആർണിക്ക തന്നെയാണ്. ഞാനൊക്കെ PPS ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ നേരത്തെ തന്നെ ആർണിക്ക എടുത്ത് ഒരു കുപ്പിക്കകത്ത് നിറച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് വേണം, ഈ വെള്ളം വേണം എനിക്ക് ആദ്യം തരാനും. അങ്ങനെ എനിക്ക് വലിയ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആർണിക്ക നമ്മൾ അടുത്ത് അറിയാവുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഇഞ്ചുറി നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഇഞ്ചുറിയിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന ആർണിക്ക ഒരു ഈ ഇഞ്ചുറി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണെന്നാണ്. അതാണ് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു രീതി. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഒരേ സമയത്ത് തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുകയും ബ്ലീഡ് ചെയ്യുകയും ചെയ്യുന്ന മെഡിസിനാണ് ആർണിക്ക. അതുകൊണ്ടാണ് നമുക്ക് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് ബ്ലോക്ക് വരുമ്പോഴും ത്രോംബോസിസ് വരുമ്പോഴും എല്ലാം ആർണിക്ക തന്നെ ഉപയോഗിക്കാം. അതേസമയം പിന്നെ ബ്ലീഡ് ചെയ്യുമ്പോഴും ആർണിക്ക തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു കുട്ടി വീണാലും മറ്റാരെങ്കിലും കഥ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആർണിക്ക എടുക്കുമ്പോൾ അത് അബ്സോർവ് ചെയ്യുന്ന പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ മോന് 6 വയസ്സിൽ ഫ്രാക്ചർ ഉണ്ടായി, ബോൺ ഫ്രാക്ചർ ഉണ്ടായി. ഭയങ്കര പെയിനാണെന്ന് അറിയാലോ. ആ പെയിനിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആർണിക്ക കൊടുത്താണ് അവനെ കൊണ്ടുപോകുന്നത്. അരമണിക്കൂർ ഇടവിട്ട് ആർണിക്ക കൊടുത്താണ് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും. അവിടെ ഒരു വലിയൊരു വാർഡിലാണ് അവനെ കിടത്തിയതും. അന്ന് രാത്രിയിൽ ഉറങ്ങിയത് ഈ മോൻ മാത്രമാണ്. അപ്പൊ എല്ലാവരും ചോദിച്ചു, ഇത് എന്ത് മാജിക്കാണ്, ഇത് എന്താണ് ഇത്രയും കുഞ്ഞ് നല്ലതായിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വരെ അതിശയപ്പെട്ടു. അപ്പൊ നമുക്കൊരു എമർജൻസി വരുമ്പം ധൈര്യപൂർവ്വം എടുത്തു കൊടുക്കാൻ പറ്റുന്ന മരുന്ന് ആർണിക്ക തന്നെയാണ്. അത് യാതൊരു മടിയും വിചാരിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല, മറ്റുള്ള ഒന്നും ആർണിക്ക കൊടുക്കാൻ പറ്റും. ദെൻ ഇതൊരു ഹാർട്ട് റെമഡിയാണ്. അത് ബോറിക്കിനകത്ത് പറയുന്നത് ഇറ്റ്സ് എ ഹാർട്ട് ടോണിക് ആൻഡ് എ മസ്കുലാർ ടോണിക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അഞ്ചൈന പെക്ടോറിസിന് ബെസ്റ്റ് മെഡിസിൻ ആണ്. അത് നമ്മൾ ഇത് വായിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഈ അഞ്ചൈന പെക്ടോറിസിനൊക്കെ നമ്മൾ കാക്ടസും ക്രെട്ടേജീസും ഒക്കെ പറയുമെങ്കിലും ഈ ആർണിക്കയോളം ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിൻ ഇല്ല എന്നാണ് എൻ്റെ അനുഭവം. അതായത് ഒരു പെട്ടെന്ന് ഞാൻ എൻ്റെ പേഷ്യൻസിനടുത്ത് പറയും, ഇപ്പൊ എല്ലാവർക്കും അറിയാലോ മരിച്ചു വീഴുന്ന പേഷ്യൻസിന്, അതായത് കുഴഞ്ഞു വീണങ്ങ് മരിക്കുക എന്നാണ് പറയുന്നത്. ആ മരിച്ചു വീഴുന്ന പേഷ്യൻസിന് പോലും ആർണിക്ക വായിലൊഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താല് അത് ആള് രക്ഷപ്പെടുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവര് ചിരിക്കും. അവൻ നമ്പർ അതെ, നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ പിന്നെ അത് അടുത്ത ഇത് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വളരെയധികം എഫക്റ്റീവാണ് ആർണിക്ക. ആർണിക്ക സ്റ്റിമുലന്റും കൂടാണ് ആ സമയത്ത്. ആർണിക്ക ചെറിയ ഒരു ആക്ഷൻ മതി ആർണിക്കയ്ക്ക്, അല്ല മൊത്തം അലിഞ്ഞു പോവുകയൊന്നും വേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ആർണിക്ക ചെയ്താൽ അന്നേരം തന്നെ ബ്രീത്ത് കിട്ടാനോ ഹാർട്ട് പമ്പ് ചെയ്യാനോ ഒക്കെ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇപ്പോഴെൻ്റെ അടുത്ത് ഈ ഡോക്ടർ
നമ്മളെ പിന്നെ അതാണ് ഉമാ തോമസിന്റെ കേസ് വന്നപ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ഓടി വന്നു കേട്ടോ, ഡോക്ടറെ ഹാർട്ട് അറ്റാക്കിന് വരുന്നുണ്ടോ, പിന്നെ ഇത് കൊറോണ വന്നതിന് ശേഷം വീട് മരിക്കുന്നതിന് വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്, നമുക്ക് മെഡിസിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആർണിക്ക 200 മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും ആർണിക്ക എഴുതി കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ആർക്കൊക്കെ കൊടുക്കാമോ അവർക്കെല്ലാം കൊടുക്കാനാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ മെഡിസിൻ കൊടുക്കൂ, ഒരു ഡ്രോപ്പ് വെച്ച് ഡെയിലി കഴിച്ചാലാണെങ്കിൽ വളരെ 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 എഫക്റ്റീവാണ്. ഹാർട്ട് മാത്രമല്ല, നമുക്ക് ഒരു യോഗ ചെയ്യുന്ന എഫക്റ്റ്, അതായത് നമ്മൾ എപ്പോഴും പറയത്തില്ല യോഗ ചെയ്യണം, യോഗ ചെയ്ത ബ്ലഡ് സർക്കുലേഷൻ എല്ലായിടത്തും എത്തും. അപ്പൊ യോഗ ചെയ്ത് കഴിയുന്ന ഒരാൾക്ക് നല്ല എനർജറ്റിക് ആയിരിക്കും. ആ യോഗ ചെയ്യുന്നതിന് സെയിം ആണ് നമുക്ക് ആർണിക്ക ചെയ്തു തരുന്നത്. അപ്പൊ യോഗ ചെയ്യണ്ടെന്നല്ല, യോഗ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആർണിക്കയും കൂടെ കഴിക്കുകയാണെങ്കിൽ ആള് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. പിന്നെ ഇതൊരു ഡയബറ്റിക്കിന് ബെസ്റ്റ് മെഡിസിൻ ആണ് ആർണിക്ക. അതായത് ഡയബറ്റിക് പേഷ്യൻസിന് ആർണിക്ക തന്നെ വളരെ എഫക്റ്റീവ് ആണ്. ഏത് രീതിയിലും നമുക്ക് ആർണിക്ക ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഏത് സ്റ്റേജിലും കൊടുക്കാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നത് ഈ അവിടെ കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും അങ്ങനെ അത് ആക്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ആർണിക്ക വളരെയധികം എഫക്റ്റീവ് ആണ് ഈ ഡയബറ്റിക് പേഷ്യൻസിന്. ഡയബറ്റീസ് മാത്രമല്ല, മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും ആർണിക്ക ഒരു സപ്പോർട്ടീവ് ആണ്. ഇപ്പം എനിക്കൊരു കിഡ്നി ഫെയിലർ കേസ് ഉണ്ട്. എപ്പിസിറോബർ 3 ഈ സിറം കൊടുത്ത് അതിനെ രക്ഷപ്പെടുത്തിയൊക്കെ കൊണ്ടുവരികയാണ്. 2.7 ആയിരുന്നു അതിന്റെ ക്രിയാറ്റിൻ ലെവല്. GFR ഒക്കെ വളരെ കുറവായിരുന്നു. അപ്പം ആ കേസിൽ ഞാൻ 1-2 വർഷത്തുകൊണ്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അതിനിപ്പോ 1.3 ആയി. GFR റൈസ് ചെയ്തു. എൻ്റെ ഫേസ് ഒക്കെ ഉള്ള വ്യത്യാസമൊക്കെ എൻ്റെ ഉണ്ട്. അപ്പൊ ആ കുട്ടിക്ക് ഞാൻ ആർണിക്കാൻ ലാസ്റ്റ് കൊടുത്തു. ആർണിക്ക 30 വളരെ പെട്ടെന്നാണ് ഈ കിഡ്നി ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ആർണിക്കയുടെ എന്തെല്ലാം ആക്ഷനാണ് നമുക്ക് ഈ ഡെയിലി കാര്യങ്ങളിൽ വരുന്നതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊന്നുമല്ല ഞാൻ പറയാന് ഈ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞത്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ ഇപ്പൊ സാറ് ഡോക്ടർ ഷാജി കൂടിയോട്ട് പറഞ്ഞു. അതൊരു വലിയ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാക്കി. പിന്നെ ഒരുപാട് പേർക്ക് അത് അയച്ചു കൊടുത്ത്. ഞങ്ങളിപ്പോ ചൈനയിലൊക്കെ പോയപ്പം പിന്നെ 5-6 അലോപ്പതി ഡോക്ടർമാരുണ്ടായിരുന്നു. അവരുടെ അടുത്ത് എല്ലാം ഇത് പറഞ്ഞു, ഇതിന്റെ എല്ലാം പ്രൊമോട്ട് ചെയ്തു. അപ്പൊ അവിടെ കൂടെ വന്ന ഡോക്ടർക്ക് നെഞ്ചുവേന വന്നു അവിടെ വെച്ച്, അലോപ്പതി ഡോക്ടർക്ക്. അപ്പം നമ്മളുടെ കയ്യിൽ ആർണിക്ക 30 ഉണ്ടായിരുന്നു, അമ്മണി ഡോക്ടറിൽ ഉണ്ടായിരുന്നു. ഞാൻ ഓടി ചെന്ന് ആർണിക്ക വാങ്ങിച്ച് രജിസ്റ്റർ ഡോക്ടർ തോന്നുന്നു ഡോക്ടറെ വായിലൊഴിച്ചു കൊടുക്കുന്നു പറഞ്ഞു. ഒരു സാധാരണ ഒഴിച്ചു കൊടുക്കാറില്ല, നമ്മൾ വെള്ളമൊക്കെ ചേർത്താണ്. പക്ഷെ അവിടെ വേറെ മെത്തേഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആർണിക്ക ഒഴിച്ചു കൊടുക്കും. എന്തായാലും അവിടെ ചെന്നപ്പം ESR അല്ല ECG ഒക്കെ നോർമൽ, ഡാമറൊക്കെ നോർമൽ ആയിരുന്നു. ഭാഗ്യം. പക്ഷെ രക്ഷപ്പെട്ടു. അത് ആർണിക്ക കൊണ്ടാണോ അല്ലയോ എന്നൊന്നും നമ്മൾ കൺഫേം ചെയ്യുന്നില്ല. പക്ഷെ ആർണിക്ക നമ്മളെ അന്നേരം ഒരു മരുന്ന് കൊടുത്തല്ലോ എന്നുള്ളൊരു ആശ്വാസം. പിന്നെ അന്ന് അത് കഴിഞ്ഞിട്ട് വന്നപ്പോ എനിക്കൊരു ആക്സിഡന്റ് ഒക്കെ ഒരു തലയൊക്കെ ഇങ്ങനെ മുറിഞ്ഞല്ല തട്ടി, കമ്പി തട്ടി. നേരമൊക്കെ ഇവിടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വന്ന് സൂസൻ ഡോക്ടർ ഓടി വന്ന് ആർണിക്ക വന്നു. അന്നിക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നപ്പോൾ അലോപ്പതി ഡോക്ടർമാരെ നാളെ കണ്ണിലൊക്കെ വേദന വരും, ഭയങ്കര പെയിൻ ആയിരിക്കും. എനിക്കൊരു കണ്ണിൽ വേദന വന്നതുമില്ല, ഒരാഴ്ച കൊണ്ടത് ഡിസപ്പിയർ ചെയ്യുകയും ചെയ്തു. അപ്പൊ എന്റെ മോള് പറഞ്ഞു എന്ത് പെട്ടെന്നാമ അത് കുറഞ്ഞതെന്ന്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള എമർജൻസി കണ്ടീഷൻസിലെല്ലാം തന്നെ ആർണിക്ക ഭയങ്കര അത്ഭുത മരുന്നാണ്. ഇനി സ്ട്രോക്ക് ആൻഡ് പിന്നെ ഹാർട്ട് അറ്റാക്ക്, അതായത് സ്ട്രോക്കില് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ മെഡിസിൻ കൂടെ കൊണ്ടുപോകണം, കൂടെ കൊണ്ട് നടക്കണം. ഒരു 1/2 ഔൺസോ ബാഗിലോ വണ്ടിയിലോ എല്ലാ ആട്ടോയിലും വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സ്ട്രോക്ക് വരുമ്പം ഈ പേഷ്യന്റിനെ നമ്മൾ സ്ട്രോക്കിൽ എടുത്ത് അതേപോലെ വായില് ഒഴിച്ചു കൊടുക്കുക, വെള്ളത്തിൽ ഒഴിച്ച് 2 ഡ്രോപ്പ് കൊടുക്കുകയൊക്കെ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആള് സ്ട്രോക്ക് വന്ന് പരാലിസിസ് വരത്തില്ല, നാക്ക് തളരത്തില്ല. 2-3 ദിവസത്തിനകത്ത് നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്ത ആളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഞാനിത് പറയാൻ വിചാരിക്കും ഇതൊരു അതിശക്തിയായിട്ടുള്ള കാര്യമാണ്. അല്ല, ഞാൻ എൻ്റെ അമ്മാമ്മയ്ക്ക് ഞാൻ ആദ്യം ചെയ്ത് നോക്കുന്നു. 90 വയസ്സുള്ള അമ്മാമ്മ പെട്ടെന്ന് നടന്നു വരുമ്പോൾ തളർന്നു വീണു. അന്ന് ഞാൻ 3rd ഇയർ 4th ഇയർ പഠിക്കുകയാണ്. അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഓടി വന്ന് ആർണിക്കയൊക്കെ എടുത്ത് വായിലൊഴിച്ചിട്ട് മൂക്കിൽ മെല്ലിപ്പോളി ഒഴിച്ചായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പൊ മൂക്കിൽ കൂടെ ബ്ലീഡ് ചെയ്തായിരുന്നു. എന്തായാലും അമ്മാമ്മയെ കൊണ്ട് കിടത്തിയൊരു അപ്പൊ ഡോക്ടർ ചോദിച്ചാൽ കുഴപ്പമില്ല, അത്രയും പ്രായമില്ലേ, വീട്ടിൽ നിന്നാൽ മതി. ഇന്നത്തെ പോലല്ല. അപ്പൊ ഞാൻ ഈ ആർണിക്ക എന്നെ കൊടുത്തോണ്ടിരുന്നു വെള്ളത്തിൽ ചേർത്തിട്ട്. എനിക്ക് അന്ന് അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ അമ്മ മിണ്ടിയില്ല, ഒരു സൈഡ് തളർന്ന് മുഖമൊക്കെ കോടിയൊക്കെ വന്നിട്ട് 3ന്റെ അന്ന് അമ്മ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ മരിക്കുന്നിടം വരെ അമ്മമ്മയ്ക്ക് സംസാരത്തിനൊന്നും കുഴപ്പവും പറ്റിയില്ല. കാല് നടക്കാൻ തുടങ്ങി. 1-2 ആഴ്ച കഴിഞ്ഞപ്പോ നടക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം ഈ സ്ട്രോക്കില്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരിട്ട് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ മരുമോള അമ്മാമ്മയ്ക്ക് BP ഹൈ വന്നിട്ട്
ഇതിൽ വന്നു, ഫിറ്റ്സ് വന്ന് കോമ പോലെയൊക്കെ വന്നു. ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷമാണ് എന്നെ അറിയിക്കുന്നത്, രാത്രിയിൽ അറിയിക്കുന്നത്. ഞാൻ അപ്പൊ തന്നെ ആർമിക്ക എടുത്ത് കൈ പിടിച്ചുകൊണ്ടാണ് ഓടുന്നത്. എവിടെ പോകുമ്പോഴേ ആർമിക്ക കൈ പിടിച്ചുകൊണ്ട് ഓടും. കാര്യം എന്താണ്, എവിടെയാണ്, എന്താ പ്രശ്നം എന്ന് നമുക്കറിയില്ലല്ലോ. അവിടെ ചെന്നപ്പോ ഈ അമ്മയെ അവർക്ക് അവിടെ എക്സ്റേ പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് വലിയ ക്ലോട്ട് അവരുടെ ബാക്ക് സൈഡിൽ ആയിട്ടുണ്ട് എന്ന് സ്കാൻ ചെയ്തപ്പോൾ, പക്ഷെ ആള് കോമയില്, ഒരു കോമ സ്റ്റേജിലും ഫിറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ മോനാണ് കൂടെ പോയത്. മോന്റെ അടുത്ത് ഞാൻ ആമിക്ക് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് 10 മിനിറ്റ് ഇടവിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അവനാണ് ഈ ആംബുലൻസിനകത്ത് പോകുന്നതും അവിടെ ചെന്നപ്പോ ഇത് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ അവര് പറയുന്നത്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യണം, ഇത് എടുത്ത് ക്ലോട്ട് റിമൂവ് ചെയ്യണം, അല്ലാതെ ഒരു മെത്തേഡും ഇല്ല പെട്ടെന്ന് ചെയ്യാൻ. അത് ഇത്രയും പ്രായമായി, 76 വയസ്സുണ്ട്, നിങ്ങൾക്ക് റിസ്ക് ആണ്. അവിടെ അതുപോലെ ഒരുപാട് പേര് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നത് മിക്കവർക്കും കോമ സ്റ്റേജിൽ തന്നെയാണ്, അവർ ഓർമ്മ തെളിഞ്ഞിട്ടില്ല. പിന്നെ അത് കണ്ടുകൊണ്ട് പേടിച്ച് ഇവർ വീണ്ടും തിരിച്ചിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഈ കൊല്ലത്ത് കൊണ്ടുവന്ന് ഒരാഴ്ച അവിടെ കിടത്തി. അപ്പോഴും ഈ ആർണിക്ക കൊടുക്കുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒരാഴ്ച ആവുന്നതിന് മുമ്പേ അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോമയിൽ കിടന്ന അമ്മ നടന്നു വരുന്നു. നാല് കാലിലൊക്കെ നടന്നു വരുവാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റെഡിയായി ഒരു 4-5 വർഷം പിന്നെ ജീവിച്ചു. അതാണ് ഈ സ്ട്രോക്കിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നേരിട്ട് എനിക്ക് അനുഭവം ഉള്ളത്. അത് ഞാൻ ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് അതിന്റെ റിസൾട്ട് ഉണ്ട്. എന്റെ മോന്റെ കൂട്ടുകാരുടെ അമ്മയും അച്ഛനും ഒക്കെ ഹോസ്പിറ്റലിൽ ഇടുമ്പോൾ അമ്മയുടെ തോടി ചെല്ലെന്ന് പറയും, അമ്മയുടെ അടുത്ത് മരുന്നുണ്ടെന്ന്. മിണ്ടാൻ വയ്യാത്തൊരു 3 തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മിണ്ടും. അപ്പൊ ആ സ്ട്രോക്കിന്റെ മെഡിസിനാണ് ആർണിക്ക ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ സ്ട്രോക്ക്. അതുകൊണ്ട് ആരും ഒരു രീതിയിലും ഈ ആർണിക്ക കൈ കൊണ്ട് നടക്കാതിരിക്കരുത്. അത് എപ്പോഴാണ് ആർക്കാണ് സ്ട്രോക്ക് വരുന്നതെന്നും പറയാൻ പറ്റൂല. അന്നേരം ഡയറക്റ്റ് സ്ട്രോക്കിന്റെ മെഡിസിൻ ഒഴിച്ചു കൊടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഇനി പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഞാൻ ധനേഷ് സാറിനൊരു വോയിസ് ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതെനിക്കിപ്പോ ഇവിടെ പറയാൻ പറ്റത്തില്ല. ഈ ഇതേ ഉമാ തോമസിന്റെ അതേ അനുഭവം ഉണ്ട്. എൻ്റെ ഒരു സ്ഥിരം നമ്മളവിടെ വരുന്ന ഒരു പേഷ്യന്റ് ആണ്, നല്ല വിശ്വാസമുണ്ട്. അച്ഛന് പെട്ടെന്ന് യൂറീമിക് കണ്ടീഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് കത്തിയിട്ടിട്ട് യൂറിൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ യൂറിൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ഇവര് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവരുടെ ഹോസ്പിറ്റൽ വെളിയിലോട്ടൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ അച്ഛൻ കോമ സ്റ്റേജിൽ. അപ്പൊ തന്നെ ICU കയറ്റി, വെന്റിലേറ്ററിൽ കയറ്റി. അപ്പൊ എന്നെ വിളിച്ചു, ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ മരിച്ചെങ്കിൽ മരിച്ചോട്ടെ, പക്ഷെ ഇങ്ങനെ നടന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഇഷ്ടമല്ല ഡോക്ടറെ, എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മരുന്നുണ്ട്, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആർമിക്ക് 200 എഴുതി കൊടുക്കത്തേ ഉള്ളൂ. ഇങ്ങനെയുള്ള കണ്ടീഷൻ എഴുതി കൊടുക്കും. കാര്യം എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് പറയാമല്ലോ, നമ്മൾ ഇന്ന മെഡിസിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അത് എൻ്റെ ക്ലിനിക്കിൽ നിന്ന് ഞാൻ കൊടുക്കത്തില്ല. അപ്പം ആർണിക്ക 30 ഞാൻ എഴുതി കൊടുത്തു. ആർണിക്ക 30യും ജെൽസീമിൻ 200 കൂടാണ്. ആള് കോമയിലായത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കത് മരുന്നിനകത്ത് കൊടുക്കാമെങ്കിൽ നാളെ അയാൾ രക്ഷപ്പെട്ടു വരും, നാളെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നു. അത് അന്വർത്ഥമായി, അത് സത്യമായി എന്നാണ് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് ധനേഷ് ഡോക്ടറിനുണ്ട്, എപ്പോഴെങ്കിലും ധനേഷ് ഡോക്ടർ അത് പറയും. വളരെ വിചിത്രമായിട്ട് ഈ ഉമാ തോമസിന്റെ സെയിം കേസാണ്. അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് പൂജാരിയുടെ കയ്യിൽ നിന്ന് അതൊക്കെ മേടിച്ച് വെള്ളമൊക്കെ മേടിച്ചപ്പോ പൂജാരി പറഞ്ഞു, ഒന്ന് ഇത് കൊടുത്താൽ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഇത് മരിച്ചു പോകുന്നു പറഞ്ഞു. എന്തായാലും ആള് രക്ഷപ്പെട്ടു. 2-3 മണിക്കൂറിനകം ആളെഴുന്നേറ്റിരുന്നു സംസാരിച്ച് വെളിയിൽ കൊണ്ടുവന്നു, വെന്റിലേറ്ററിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് എനിക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസ്. അത് മാത്രമല്ല ആക്സിഡന്റൽ കേസ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്സിഡന്റിലാണ്. അതായത് ഈ ആക്സിഡന്റില് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ നമുക്ക് ചെയ്യാൻ ധൈര്യം വരത്തില്ല. പക്ഷെ അതൊരു ലേമാനിലോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തിച്ചു കഴിഞ്ഞാൽ അവരിടുന്ന പെട്ടെന്ന് എടുത്ത് മുഖത്തൊക്കെ അവിടെ ഒഴിച്ചു കൊടുക്കാനും തേക്കാനും ഒക്കെ അവർ ധൈര്യപ്പെടും, നമ്മൾ ധൈര്യപ്പെടത്തില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കോമയിൽ കിടന്ന 2 പേരെ ഒരുമിച്ച് രക്ഷപ്പെടുത്തി. അതായത് അതിന്റെ ഒരു ബൈസ്റ്റാൻഡർ ഡോക്ടറെ എന്തെങ്കിലും മാർഗമുണ്ടോ, തലക്കാണ് കൊടുത്തത്, എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് എന്നെ രാത്രി വിളിച്ച് 11 മണിക്ക് ഞാൻ പറഞ്ഞു മെഡിസിൻ ഉണ്ട് നിങ്ങൾക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു. കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മെഡിസിൻ ആർണിക്ക അന്ന് ഞാൻ 200 ആണ് കൊടുത്ത റൗണ്ട്സ്. അവരെവിടെയോ ഒരു എവിടെ പോയി തുറപ്പിച്ച് മരുന്നെടുത്തിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാം, ഡോക്ടർ 25 രൂപയുള്ളൂ, 25 രൂപയ്ക്കാണ് ഇത്രയും വലിയ അത്ഭുതം നടത്താൻ പോകണത്. ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുത്തിട്ട് എന്നെ വിളിക്കുന്നു. അങ്ങനെ ഒരു അറ്റൻഡർ ഇതുപോലെ സ്വാധീനിച്ച് അറ്റൻഡർ ഇതേപോലെ തടവുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് ഓർമ്മ തെളിഞ്ഞു. കോമയിലായിരുന്നു. ഓർമ്മ തെളിഞ്ഞ് അതിന്റെ അടുത്തിരിക്കുന്ന ആളിനും അപ്പുറത്തിരിക്കുന്ന ആളിനും ഇദ്ദേഹം ഒന്ന് മരുന്ന് കൊടുത്ത്. അങ്ങനെ എന്നെ അടുത്ത് പറഞ്ഞ ഡോക്ടറെ ഞാൻ അടുത്ത ഇരിക്കുന്ന ആളിനും കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിക്കാതെ അവിടെ കൊടുക്കാനായിട്ട്. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. 10-18 വർഷത്തിന് മുമ്പാണ്. നമുക്ക് അത്ര വരെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒക്കെ നമുക്ക് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിക്കാതെ ആര് പറഞ്ഞു അവർക്ക് കൊടുക്കാനൊക്കെ പറഞ്ഞു. എന്തായാലും ഡോക്ടറെ അയാൾ കണ്ണു പറഞ്ഞു ഡോക്ടറെ.
അപ്പൊ ഈ 2 കേസാണ് നമുക്ക് ആക്സിഡന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റി, നേരിട്ട് ചെയ്യാൻ പറ്റിയ 2 കേസ്. 2 അല്ല, അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഉണ്ട്. അവർ 2 പേരും ആക്സിഡന്റ് വെച്ച് 150 ദിവസം ലക്ഷറി. 2 പേരും കോമയിലാണ്. അപ്പം ആ ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ആ 2 പേരും കോമയിൽ ലക്ഷറി കിടക്കുകയാണ്. 10-25 ലക്ഷം രൂപ പോയി. വളരെ വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു, അവർ മരിച്ചു എന്ന് വിചാരിച്ചാണ്. അപ്പോഴും ഇതേപോലെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അകത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു പറ്റും, പിന്നെ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അവര് വളരെ അതായത് 10-25 ദിവസം കഴിഞ്ഞ് ഒരാൾ ഉണർന്നു, അടുത്ത ആൾ ഉണർന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് ജൽസീമിയ കൊടുക്കേണ്ടി വന്നു. ജൽസീമിയ വണ്ണം റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കേണ്ടി വന്നു. ആർമിക്കാണ് മെയിൻ മെഡിസിൻ കൊടുത്തത്. എന്തായാലും 2 പേരും രക്ഷപ്പെട്ടു. 2 പേരും ഇപ്പൊ നല്ലതായിട്ട് അവരുടെ ആലപ്പുഴയുടെ വീട്ടിലുണ്ട്. ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല, ഭാര്യയ്ക്ക് പക്ഷേ ഓർമ്മക്കുറവ് വന്നു. ഓർമ്മക്കുറവ് വന്നിട്ടും 15 വർഷം കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ സീന ഡോക്ടർ എന്ന് വിളിച്ചു. അതാണ് ആ ഒരു അടുപ്പം അവര് തമ്മിൽ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഈ കൊറോണ സമയത്തും കൊറോണയുടെ മെഡിസിൻ തന്നെ ആർമിക്കുകയാണ്. ഞാൻ വളരെയധികം കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത്. ഞാൻ അന്ന് ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഈ ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയ ഒരു കേസും കൂടാണ്. ഈ കൊറോണ സമയത്ത് ഒരുപാട് പേര് മരിച്ചു വീഴുന്നത് നമുക്ക് തന്നെ പേടി. എന്താണ് കാരണം? ഹോമിയോപ്പതി കഴിച്ചവരും മരിച്ചു വീണിട്ടുണ്ട്. നമ്മളിവിടെ അടുത്ത ഋഷിക്ക് ഡോക്ടർ മരിച്ചു, പിന്നെ പ്രഫുൽ വിജയ്, അങ്ങനെ കുറേ പേര് നമ്മുടെ സൈഡിൽ നിന്ന് തന്നെയും മരണപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മുടെ ആ ഗ്രൂപ്പിൽ അബ്രാം വൈദ്യ ഡോക്ടറുടെ ഒക്കെ വോയിസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഹോമിയോ മരുന്നാണ് കഴിക്കുന്നത്. ഹോമിയോ മരുന്ന് കഴിച്ചവരാരും മണ്ടരല്ല, അവരെല്ലാം മിടുക്കരായിരുന്നു, അവരെല്ലാം മിടുക്കരായിരുന്നു, അവരെല്ലാം ഹോമിയോ മരുന്ന് മാത്രമാണ് കഴിച്ചത്, എന്നിട്ട് അവരൊക്കെ മരിച്ചു. അപ്പൊ അതിനകത്ത് മറ്റെന്തോ കാരണമുണ്ട്. അപ്പൊ അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം, വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞ അബ്രാം ഡോക്ടറും അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. ആ സമയത്ത് ഈ പേപ്പറിനകത്ത് ബ്രിട്ടീഷ് കമ്പനിയിലെ ബ്രിട്ടീഷുകാര് ഈ കൊറോണയുടെ കേസുകൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് 10 എണ്ണം കണ്ട ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ പോസ്റ്റ്മോർട്ടം ചെയ്ത് പല പല കേസുകളായിരുന്നു. ബ്രെയിന് ഡെത്ത് ഉണ്ടായത്, ഹാർട്ട് അറ്റാക്ക് വന്നത്, ലങ് വന്നത്, ലിവർ വന്നത്, കിഡ്നി വന്നത്, അങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു ഫേറ്റൽ കണ്ടീഷൻ ഉണ്ടായിട്ട് മരിച്ച പലരെയും അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അതിന്റെ എല്ലാം കാരണം കണ്ടെത്തുകയും ചെയ്തു. അത് പത്രത്തിൽ വന്ന ഒരു ന്യൂസാണ്. നിരന്തരം പത്രം വായിക്കുമായിരുന്നു, എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിലെന്ന് വെച്ചിട്ട്. അപ്പൊ അതിനകത്ത് ഇവർ പറഞ്ഞ ചെറിയ ചെറിയ കാപ്പിലറീസിൽ, അതായത് മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള കാപ്പിലറീസിൽ ബ്ലോക്ക് വന്നിട്ടാണ് ഈ ഡെത്ത് ഉണ്ടാവുന്നത്. അതാണ് അതിന്റെ കാരണം. അത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഒരു 8, 9, 10 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം ഈ കേസ് കഴിഞ്ഞ് കുറച്ച് നാൾ, വളരെ ഷോർട്ട് ടൈമിൽ അലോപ്പതിക്കാരത് ഇംപ്ലിമെന്റ് ചെയ്തു. അവർക്കത് കാരണം പിടികിട്ടി. അവരെല്ലാ ലോകത്തുള്ള എല്ലാ ഭാഗത്തേക്കും അവരെ സ്പ്രെഡ് ചെയ്തു, അവരത് ഇംപ്ലിമെന്റ് ചെയ്തു. നമ്മുടെ കുഴപ്പവും അതാണ്, നമ്മൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാൻ, ഒരു പദ്ധതിയില്ല. ഉണ്ട്, പക്ഷെ അത് പണ്ട് എൻകഫലൈറ്റിസ് വന്നപ്പം സുധീർ സാറിന്റെ കാലത്ത് ചെയ്തിട്ടുണ്ട് കോട്ടയത്ത്. നമ്മളെല്ലാം അത് കൊടുത്തതാണ്. ബെൽഡോണ കൽക്കറി ഷൈല ഡോക്ടർ എന്ന സർവീസിലുണ്ട്, അറിയത്തില്ല. പിന്നെ ട്യൂബർക്കുലൻ ടെന്നം എന്നും പറഞ്ഞ് കൊടുത്ത് വളരെ സക്സസ് ആയിരുന്നു. പിന്നീട് അത് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പൊ ആഴ്സാൽവ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആർമിക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടോ ചെയ്തിട്ടില്ല. അന്നേരം തന്നെ അലോപ്പതി ഇംപ്ലിമെന്റ് ചെയ്യുകയും അവരുടെ മെഡിസിൻ എന്തുവാണെന്ന് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവരെന്താണ് കൊടുക്കുന്നത്? പലതും കൊടുത്തു. അവസാനം ഒരു എക്കോസ്പ്രിൻ കൊടുത്തു, അപ്പാരം കൊടുത്തു. അതോടുകൂടി ഡെത്ത് റേറ്റ് കുറഞ്ഞു. കാര്യം എന്താണ്? ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ആ ബ്ലഡ് ക്ലോട്ട് അലിഞ്ഞു പോവുകയും ചെയ്തു. അതോടുകൂടി അവരുടെ പ്രശ്നം തീർന്നു. അല്ല ഓക്സിജൻ സപ്ലൈ കൊടുക്കുകയും, ഓക്സിജൻ ഇല്ല, ഇൻസഫിഷ്യൻസി വരുന്നത് കൊണ്ട് ഓക്സിജൻ കൊടുക്കുന്നതിലല്ല, ഓക്സിജൻ കൊടുക്കുന്നതിനോടൊപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ഉണ്ടായത്. അത് ഡാം നമുക്കറിയാലോ, ഡാമർ കൂടും, വളരെ കൂടുകയും അപ്പോഴത്തന്നെ ക്ലോട്ട് ഉണ്ടാവാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോഴത്തന്നെ ഈ അലോപ്പതി ഹോസ്പിറ്റലിലൊക്കെ അവർ ടെസ്റ്റ് ചെയ്യുകയും അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ അത് ഇതാണ് കാരണം എന്നുള്ളത് അവർ കണ്ടുപിടിക്കുകയും ലാസ്റ്റ് ആയിട്ടെങ്കിലും അവരത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. ഈ കാര്യം വന്നപ്പോൾ ഞാൻ ഇരുന്നുകൊണ്ടിരുന്ന ആലോചിച്ചു, ഇത് ആനയ്ക്കാണല്ലോ മെഡിസിൻ. ചെറിയ ചെറിയ കാപ്പിലറീസ് നമ്മൾ പെട്ടെന്ന് അരിഞ്ഞു പോകുമല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇത് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ട് ആരും അനങ്ങുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അബ്രാം ഡോക്ടറെ വിളിച്ചിട്ട് കാര്യം ഡോക്ടറെ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഡോക്ടർ കത്തി. അങ്ങനെ ഡോക്ടർ ഇതെല്ലായിടത്തും ഭയങ്കരമായിട്ട് ഡോക്ടറെ കൊണ്ട് കഴിയുന്നത് പോലെ ഡോക്ടർ ക്യാമ്പ് നടത്തുകയും എല്ലാവരെയും വിളിച്ചു വരുത്തി ആർമിക്ക് അക്കോണൈറ്റും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു.
എന്താ പറയുന്നത്, അതിന് ശരിക്കും പറഞ്ഞാൽ അണ്ണാർക്കണ്ണൻ തന്നാലായും എന്ന് പറഞ്ഞ പോലെയൊക്കെ നമ്മളൊക്കെ ചെയ്തത്. അല്ല അതിൽ കൂടുതലൊന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. കാര്യം നമ്മുടെ തലപ്പത്തിരിക്കുന്നവരോ PG-കാരോ ഒന്നും അതിനകത്ത് വലിയ താല്പര്യം എടുത്തില്ല എന്ന് തന്നെ ഞാൻ പറയും. ക്രിട്ടിസൈസ് ചെയ്ത് പറയാനാണെങ്കിൽ അത് ഞാൻ പറയും. എത്രമാത്രം നമുക്കത് പെയിൻഫുൾ ആയിട്ട് തോന്നി. പിന്നെ സത്യം പറഞ്ഞാൽ ആ ആണ്ടിക്ക എന്ന് പറയുന്ന ഒരു മരുന്ന് അന്ന് നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ ആരും മരിക്കത്തില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പം എല്ലാവരും ചോദിക്കുകയും ചുമ്മാ ഡോക്ടറെ സങ്കല്പിച്ച് ആർണിക്ക കൊടുത്താ ഇത് മാറും, അല്ലെങ്കിൽ ഇത് ക്ലോട്ട് അലിഞ്ഞ് ആള് രക്ഷപ്പെടുമെന്ന് ഡോക്ടറുടെ സങ്കല്പം മാത്രമല്ലേ എന്നല്ലേ. അങ്ങനല്ല. ഞാൻ ഏകദേശം എനിക്ക് പറയാൻ പറ്റത്തില്ല ഹോസ്പിറ്റലിന്റെ പേരൊന്നും, 5-6 ഹോസ്പിറ്റലിൽ അകത്ത് കയറി ഈ കൊറോണ സമയത്ത് ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒന്നും എന്റെ കഴിവൊന്നുമല്ല, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് നിലയും വിളിച്ച് 50 ഡോക്ടർമാർ വരെ എന്നെ വിളിച്ച് ചോദിക്കും, ഡോക്ടറെ രക്ഷപ്പെടുത്താനുണ്ടോ, എന്തെങ്കിലും മാർഗമുണ്ടോ, എന്റെ അമ്മയ്ക്ക് വേണ്ട ഇത് ഓക്സിജൻ ലെവൽ താഴ്ന്നു, ഓക്സിജൻ എടുക്കാൻ പറ്റുന്നില്ല, വെന്റിലേറ്ററിൽ നിന്ന് ഓക്സിജനിലേക്ക് മാറ്റാൻ പറ്റി, പക്ഷെ മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ച് ഞാൻ എഴുതി തരുന്ന മരുന്ന് ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു 450 ബോട്ടിൽ വെള്ളത്തിനകത്ത് ആർണിക്ക ഒഴിച്ച് 6 ഡ്രോപ്പ് ആർണിക്ക 200 ആണ് കൊടുത്തത്, ഒഴിച്ച് ഇത് എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ ആദ്യമേ കൈയും കാലിലൊക്കെ തേക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് നേരത്തെ ലിപ്സിലൊക്കെ ഇട്ട് അങ്ങനെ 24 ഹവേഴ്സിനകത്ത് വിവരം പറയാനാണ്. അതെനിക്ക് അറിയാൻ വേണ്ടി തന്നെ പറഞ്ഞു. ആ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ അന്നൊക്കെ എൻ്റെ വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറെ മിറക്കിൾ, എൻ്റെ അമ്മ ശ്വാസം ഓക്സിജൻ ഇല്ലാതെ പിന്നെ ശ്വാസം എടുക്കുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞിട്ടാണ് ആ ഡോക്ടർ എന്നെ വിളിച്ചത്. അപ്പൊ എനിക്ക് ധൈര്യമായി. പിന്നീട് വന്നത് ഒരു 76-78 വയസ്സുള്ള പുള്ളിക്കാരന് കുറെ രോഗമൊക്കെ ഉണ്ട്. ഇത്ര അബോധാവസ്ഥയിൽ കൊറോണ വന്ന അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ 1.5 മണിക്കൂർ കിടന്നു. 1.5 മണിക്കൂർ കിടന്നതിന് ശേഷം ബോധം തെളിഞ്ഞ് പിന്നെ നെക്സ്റ്റൊക്കെ വന്ന് ആരും കേൾക്കത്തില്ലല്ലോ. അപ്പോഴും ഇദ്ദേഹം പറഞ്ഞു എനിക്ക് പിന്നെ അപ്പോഴും തന്നെ പാരാലിസൈസ്ഡ് ആയിട്ടാണ് വീഴുന്നത്. അപ്പം ബൈസ്റ്റാൻഡർ വെളിയിൽ നിന്ന് അവർ ഡോക്ടറെ ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ വീണു, ഞങ്ങൾക്കാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പോലും ആളില്ല, അച്ഛനെ പിടിച്ചാലേ ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല, സംസാരിക്കുന്നില്ല, ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്, കൊറോണ പോസിറ്റീവ് ആണെന്ന്. ഞാൻ പറഞ്ഞു പറ്റും, നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ. അത് ഹോസ്പിറ്റലിനകത്ത് ബെഡായിരുന്നു, പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതേപോലെ തന്നെ ഒരു 450 ബോട്ടിൽ വെള്ളത്തിനകത്ത് ആർണിക്ക മാത്രമാണ് കൊടുത്തത്. ആർണിക്ക മാത്രം എഴുതി കൊടുത്തു. അദ്ദേഹം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കൊറോണ നെഗറ്റീവ് ആവുകയും ചെയ്തു. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് പിന്നെ ഒരു സപ്പോർട്ടോടുകൂടിയൊക്കെ നടക്കാൻ തുടങ്ങി. ഒരു മാസത്തിനകത്ത് അദ്ദേഹം പൂർവ്വസ്ഥിതിയിലെത്തി. അത് ഈൽസറാണ് കൊടുത്തതിന് ശേഷം പിന്നെ ജൽസീമിയം വണ്ണം, വേറെ മെഡിസിൻ ഒന്നും കൊടുത്തില്ല, ആർണിക്ക തന്നെയാണ് കൊടുത്തത്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയായിരുന്നു ആ ഒരു കേസ്. അതായത് നമുക്ക് ആണ്ട് സ്പോട്ടിൽ നമുക്ക് കേസ് കിട്ടിയാൽ നമുക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ പറ്റും എന്നുള്ളതിന്റെ ഉദാഹരണം കൂടെയാണത്. പിന്നീട് ഒരു കേസ് എന്ന് വെച്ചാൽ അതിന്റെ റിലേഷൻ തന്നെയാണ്, ലിവറിലാണ് ഈ ബ്ലോക്ക് ഉണ്ടായത്. അപ്പൊ കിടക്കാൻ പറ്റും പക്ഷെ എഴുന്നേറ്റിരിക്കുന്ന ശ്വാസം. അപ്പൊ ലിവറാണ്. അപ്പൊ ലിവറിനകത്ത് അപ്പൊ എൻ്റെ അടുത്ത് മകൻ വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി പിന്നെ എന്തെങ്കിലും മരുന്നുണ്ടോ ചേച്ചി, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, നാളെ വെന്റിലേറ്റർ കയറ്റുമെന്ന് പറഞ്ഞു. ഇന്ന് ഓക്സിജൻ ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ശ്വാസം മുട്ട്. ഞാൻ പറഞ്ഞത് പറ്റും, ഇന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ വെള്ളത്തിൽ ചേർത്തിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ട് അപ്പോഴെല്ലാം കൊടുത്ത് പിറ്റേഴ്സ് പഠിക്കും. അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട്, ചേച്ചി അത്ഭുതം ചേച്ചി, അപ്പൊ ഓക്സിജൻ കൊടുക്കേണ്ട ഒന്നും കൊടുക്കേണ്ടി വന്നു, അച്ഛന് സുഖം ഉണ്ടെന്ന്. ഇതാണ് 3ാമത്തെ കേസ്. ഒരു 5 ഹോസ്പിറ്റലിലെങ്കിലും ഇതേപോലത്തെ ഒരു അനുഭവം എനിക്ക് കൊറോണയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൺഫേം ആയിട്ട് പറയുന്നു, കൊറോണയിലെ മെഡിസിൻ ആർണിക്കയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റി. എന്താണെന്നറിയാമോ, ഈ കൊറോണയിൽ ഒരു ദിവസം പോലും ഞാൻ അടച്ചിട്ടില്ല. എൻ്റെ ക്ലിനിക്ക് ആരെ അകറ്റി നിർത്തിയിട്ടുമില്ല. എനിക്ക് ആർണിക്കുണ്ട്, അതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വളരെ വളരെ അടുത്ത് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് കൊടുത്തതും ഒക്കെ ആർണിക്ക തന്നെയാണ്. അതുപോലെ തന്നെ ഉറങ്ങി നന്നായിട്ട്. എല്ലാവർക്കും കൊറോണയ്ക്ക് നമ്മൾ മെഡിസിൻ കൊടുത്തു വിട്ടാൽ ഒരു ഗ്യാരണ്ടി ഇല്ല, എപ്പോഴാണ് ഇവർ മരിച്ചു വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ചെറുപ്പക്കാരാണ് കൂടുതൽ മരിച്ചു വീഴുന്നത്. അപ്പൊ ഒരു വീട്ടിൽ 6 പേർക്ക് കൊടുക്കുമ്പോഴേ എല്ലാവർക്കും മെയിൻ മെഡിസിൻ ആർണിക്കാനേ കൊടുക്കും. അതിന്റെ കൂട്ടത്തിൽ പെട്രോളിയമോ ബയോണിയോ ഏതാണ് ഇൻഡിക്കേറ്റഡ്, കാർബോവേജ് ഏതായാലും കൊടുക്കും. പക്ഷെ ആർണിക്ക കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങും. കാര്യം എനിക്കറിയാം ഒന്നും സംഭവിക്കത്തില്ലെന്ന് അവർക്ക്. അപ്പൊ അത്രമാത്രം സ്ട്രോങ് ആയിട്ട് അതിന് ഡൈമർ കറക്റ്റ് ചെയ്ത കേസും ഉണ്ട്. അതായത് ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് 3500 ഡൈമർ 1.5ലേക്ക് ഡൗൺ ആയി വന്നത് എനിക്കറിയാം. അതുപോലെ തന്നെ ഡൈമർ അല്ലാതെ തന്നെ നമുക്ക് ക്ലോട്ട് അറിയാൻ പറ്റും, ക്ലോട്ട് ചെയ്യുന്നത് അറിയാൻ പറ്റും. അതായത് ബ്ലഡ്
ടെസ്റ്റ് ചെയ്യുമ്പോൾ ESR റൈസ് ചെയ്യുകയും HB റൈസ് ചെയ്യുകയും ചെയ്താൽ നമ്മൾ വിചാരിച്ചോണം ക്ലോട്ട് ആകാൻ പോകുന്നു എന്നാണ്. ക്ലോട്ട് ടെൻഡൻസി ഉണ്ട്, അവർക്ക് ബ്ലോക്ക് ആവാം, ഹാർട്ട് അറ്റാക്ക് ആവാം, അങ്ങനെയൊക്കെ വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണെന്ന് ആ ബ്ലഡ് റിസൾട്ടിൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഇതൊക്കെ കുറെ അലോപ്പതി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും പഠിച്ചതാണ്, അല്ലാതെ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചെടുത്തത്. അപ്പൊ എന്തായാലും ഈ ആർണിക്ക എന്ന് പറയുന്നത് റോമാ തോമസിന് കൊടുത്ത് പബ്ലിഷ് ആയതുകൊണ്ട് മാത്രം അങ്ങനെ വലിയൊരാളിനെ നമുക്ക് കിട്ടി, അതായത് പബ്ലിക് ഒരാളിനെ കിട്ടിയതാണ് നമ്മുടെ ഭാഗ്യം. സത്യം പറഞ്ഞ ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ ഇത് നമുക്ക് വെളിയിൽ അത്ര പേർക്ക് അറിയാം, നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്? ഒന്നും പറഞ്ഞാലും ആരും വിശ്വസിക്കും, വിരലിൽ എണ്ണാവുന്നവർ മാത്രം അത് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് എടുത്തത് എന്താന്ന് വെച്ചാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാര് ഒരു 10 പേർക്കെങ്കിലും ആർണിക്ക കൊടുത്തു വിടണം, ഒരു 10 ആട്ടോക്കാർക്കെങ്കിലും കൊടുത്തു വിടണം, അവരോട് കാറിനകത്ത് വെക്കണം. പിന്നെ പറയാവുന്നിടത്തോളം അല്ലെങ്കിൽ ചെയ്യാവുന്നിടത്തോളം ഈ മെഡിസിൻ പോപ്പുലർ ആക്കണം. ഈ മെഡിസിൻ ഓരോ വീട്ടിലും ഉണ്ടായിരിക്കണം. എന്റെ മേശപ്പുറത്തൂടെ ഇരിപ്പുണ്ട്. ഞാൻ പോകുമ്പോ അമ്മ പറയും ചെസ്റ്റ് പെയിൻ, അമ്മ ആർണിക്ക എടുത്ത് കഴിക്കൂ, ക്രെറ്റേജസ് എടുത്ത് കഴിക്കൂ, കാക്ടസ് എടുത്ത് കഴിക്കൂ എന്നൊക്കെ പറയും. അതുകൊണ്ട് അമ്മ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അമ്മ ഓരോ ദിവസവും വലിയ കുഴപ്പമൊക്കെ ഇല്ലാതെ പോകുന്നത്. അപ്പം ഈ ആർണിക്കയുടെ അതിഭയങ്കരമായിട്ടുള്ള ഒരു ആക്ഷനാണ് ഞാനിവിടെ പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പക്ഷെ ഇത് എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു കൊറോണയിൽ 70 പേരോളം കണ്ടു. ഒരാളാണ് എനിക്ക് പറഞ്ഞു തന്നത് ഡോക്ടറെ നല്ല റിലീഫ് ഉണ്ടെന്ന്. അതേപോലെ കൊറോണയ്ക്ക് ആഫ്റ്റർ പൂജ കഴിഞ്ഞിട്ട് ആർണിക്ക തന്നെയാണ് മെഡിസിൻ. ഒരുപാട് പിള്ളേർ വന്നിട്ടുണ്ട്, നെഞ്ചുവേന വരെ വന്നിട്ടുണ്ട്. അത് ബോൺ പെയിൻ ആണ് കേട്ടോ, അത് റെനൻലെസ് ബൾബോസ് ആണ്. കൊടുത്തിട്ട് പിന്നെ ആർണിക്ക കൊടുക്കണം. ഉറക്കമില്ല, മുടി ഒഴിച്ചില്, വയറുവേദന, അസിഡിറ്റി, ഇതിനെല്ലാം ആർണിക്കയാണ് മെഡിസിൻ കൊറോണ ആഫ്റ്റർ. തൂജ കൊടുത്തിട്ട് നമുക്ക് തൂജ വണ്ണമൊക്കെ കൊടുത്തിട്ട് ഇത് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു എൻട്രൻസ് ആർണിക്കയ്ക്ക് വേണം. ഒരു ആർണിക്ക ചർച്ച വെക്കണം എന്നാണ് ഞാൻ ധനേഷ് ഡോക്ടറെടുത്തും അവിടുത്തെ അധികാരികളടുത്ത് പറയുന്നത്. എന്നിട്ട് അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കണം. അതൊരു വലിയ ഒരു പിന്നെ എക്സ്പോഷർ ഇപ്പൊ ഉണ്ട് നമുക്ക്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. എത്രയെങ്കിലും ആളുകൾക്ക് അത് പ്രയോജനപ്പെടട്ടെ. എൻ്റെ ഈ ചന്ദനത്തോപ്പിൽ തന്നെ 2 പിള്ളേർ ഇതുപോലെ അറ്റാക്ക് വന്ന് വീണമെന്ന് പറഞ്ഞ ഒരു പയ്യ ഓടി വന്നു. അറ്റാക്കിന് മരുന്നുണ്ടോ ഡോക്ടറെ എന്ന് ചോദിച്ചു, കൊറോണ ആഫ്റ്റർ. അപ്പൊ പക്ഷേ ആ കൊറോണ ടൈമിൽ ഞാനൊരു ബോർഡ് എഴുതി വെച്ചായിരുന്നു കൊറോണ ആഫ്റ്റർ മെഡിസിൻ ഉണ്ടായിരുന്നു. ഒരാൾ പോലും വന്നില്ല. ഞാൻ അവസാനം വലിച്ചൊരു കളയായിരുന്നു ആ പേപ്പർ, ദേഷ്യം വന്നു. അത്രയ്ക്ക് സങ്കടം തോന്നി എനിക്ക്. അപ്പം നമ്മൾ എത്ര ഹൃദയത്തിനകത്ത് വെച്ച് പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല. അതാണ് ഹോമിയോപ്പതിയുടെ ഇപ്പോഴത്തെ ഒരു വിഷമം. നാളെ അത് പുറത്തു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും എത്ര മണിയായെന്നൊന്നും അറിയാൻ വയ്യ. എത്രയായി ഡോക്ടറെ? ശരി ഡോക്ടറെ, ടൈമായോ? 10 ആവാൻ പോണതേ ഉള്ളൂ. നീ ഒരു 15 മിനിറ്റ് ഉണ്ട് ഡോക്ടറെ. എനിക്ക് മറ്റുള്ളവരുടെയും കൂടെ അഭിപ്രായം കേൾക്കണമെന്നുണ്ട്. കേൾക്കാം. തീർച്ചയായിട്ടും. ഒരു സംശയമുണ്ട്. അല്ല, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ബ്ലഡ് ക്ലോട്ട് ആവാൻ പോണെന്ന് എങ്ങനെ അറിയാം എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ഒന്നുകൂടെ പറയണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ, അത് ബൈ ചാൻസിൽ കിട്ടുന്ന ഒരു റിസൾട്ട് ആയിരിക്കും. നമ്മളാരും ഓടിപ്പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂല. ഒരു ക്ലോട്ട് ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒരു പയ്യൻ ഇതേപോലെ കൊറോണ വന്നതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാലോ ഡോക്ടർ എഴുതി കൊടുത്ത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എഴുതി ഡീഡൈമറുമായിട്ട് വന്നു. ഈ ഡീഡൈമർ കുറച്ച് റൈസ് ചെയ്ത് നിൽപ്പുണ്ട്. അന്നേരം ആ ബ്ലഡ് ടെസ്റ്റ് ഡീഡൈമർ പിന്നീടാണ് കിട്ടിയത്. ആദ്യം ബ്ലഡാണ് കിട്ടിയത്. ബ്ലഡ് റിസൾട്ടിനകത്ത് അതിന് 70.5 അങ്ങനെയാണ് HB ഉണ്ടായിരുന്നത്. ESR കുറച്ച് റൈസ് ചെയ്ത് നിന്നിരുന്നു, ഒരു 40-45 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴ് ആ പയ്യൻ ആദ്യം അലോപ്പതി ഡോക്ടറാണ് കാണിച്ചത് ആ റിസൾട്ട്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. മെഡിസിൻ എന്തെന്നായിരുന്നു കഴിക്കാൻ താല്പര്യം. അപ്പോഴാണ് ഞാൻ ചോദിച്ചു, ഡോക്ടറെ എനിക്ക് ബ്ലഡ് എങ്ങനെ ക്ലോട്ട് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുമോ ഡോക്ടറെ, എൻ്റെ അറ്റാക്ക് വരുമോ ഡോക്ടറെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ഈ ബ്ലഡ് റിസൾട്ട് എടുത്ത് നോക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ പയ്യൻ പറയുന്നത്, ഞാൻ അലോപ്പതി കാണിച്ചായിരുന്നു, അലോപ്പതി ഡോക്ടർ പറഞ്ഞാൽ HB കൂടി കഴിഞ്ഞാൽ ഈ ക്ലോട്ട് ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോഴാണ് ഞാൻ ആ ഒരു റിസൾട്ടിന് നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് സാധാരണ റിസൾട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കത്തില്ല. അപ്പോഴേ ഡീഡൈമർ നോക്കിയപ്പം ഡീഡൈമറും കൂടുതലാണ്. അപ്പോഴത് കൺഫേം ചെയ്തു ഞാൻ. അത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാ ബ്ലഡ് ടെസ്റ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-70
ശതമാനം രോഗങ്ങളെ പറ്റി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതായത് WBCയുടെ കൗണ്ട്, ഇസ്നോഫിന്റെ കൗണ്ട്, ലിംഫോസൈറ്റ്സിന്റെ കൗണ്ട്, HBയുടെ കൗണ്ട്, ESRന്റെ കൗണ്ട്, പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട്, ഇതെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ സാധാ ബ്ലഡ് ടെസ്റ്റ് തന്നെ നമുക്ക് സഫീഷ്യന്റ് ആണ് യഥാർത്ഥത്തിൽ. പിന്നെ ഇപ്പോഴത്തെ ടെസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം ടെസ്റ്റുകളാണല്ലോ, നമ്മൾ ടെസ്റ്റുകളിലേക്ക് പോകും. അങ്ങനെയാണ് ഈ ഡീഡാമറിലേക്കൊക്കെ വരുന്നത്. ഡീഡാമർ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്, വളരെ പെട്ടെന്നാണ് ആമിക്ക് അയച്ചാല് വ്യത്യാസം. സംശയം ഇത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. ഇത് ഒരു ഡോക്ടർ ചോദിച്ചാണ്. ഇതുപോലെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സിനാസുരൻ ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്തും വീഡിയോ ഓൺ ചെയ്യാതെ ഒക്കെ ചോദിക്കാം. എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. വീഡിയോ ഓൺ ആക്കി ചോദിച്ചാൽ വളരെ സന്തോഷം. അതെ, അപ്പൊ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്, ആർണിക്കയെ കുറിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശ്രീനാസുരൻ ഡോക്ടറുടെ സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. ആർണിക്കയെ പറ്റി ഞാനൊരു ചെറിയ കാര്യമാണ് പറഞ്ഞത്. ഇതിനൊക്കെ കൂടുതൽ അനുഭവങ്ങൾ ഒരുപാട് ഡോക്ടർമാർക്ക് കാണും ഞാൻ വിശ്വസിക്കുന്നതില്. തീർച്ചയായിട്ടും ഇതിനെക്കാളും അത്ഭുതങ്ങൾ കാണും. ശ്രീനാസുരൻ ഡോക്ടർക്ക് അങ്ങോട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അതും ആകാം. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഡോക്ടറെ സംസാരിച്ചു. ശ്രീനാസുരൻ ഡോക്ടർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അനുഭവങ്ങൾ പങ്കുവച്ചത്. ഞങ്ങളിങ്ങനെ നമുക്കൊരു സെഷനൊക്കെ വേണം എന്നും പറഞ്ഞ് വിളിക്കുന്ന സമയത്താണ് ആ ഡോക്ടർ എന്നെ വിളിച്ച് പറയുന്നത്. ഞാൻ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ആരും വെക്കണമെന്നുള്ളത്. അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. ഡോക്ടറെ, നമുക്കൊരു ആർണിക്കയെ കുറിച്ചുള്ള, എനിക്കന്ന് വരാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അന്ന് നമുക്ക് വരണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയെ അതിന് പകരമായിട്ട് കയറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് വലിയ സന്തോഷം. ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. ഞാൻ എന്താ പറ്റി ആർണിക്ക അവിടെ അവതരിപ്പിച്ച് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ കയ്യിൽ കുറേ ആർണിക്കയുടെ കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്കതിനെക്കുറിച്ച് ചർച്ച വെക്കണം. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോക്ടറുടെ ഒരു സെഷൻ തന്നെ നാളെ വെക്കാം. നാളെ എന്നാണ് പറഞ്ഞത്. അത്ര പെട്ടെന്നാണ് നമ്മൾ ആ സെഷൻ ഇന്ന് ഫിക്സ് ചെയ്യുകയും ഇത് ഈ രീതിയിൽ ഡോക്ടർ സമ്മാനമായി നമുക്ക് തന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ ഈ 23-ാം തീയതി എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു മാർച്ച് മുതൽ ഒരു പയ്യന് ഭയങ്കര തോളുവേദനയും നിരന്തരം പനിയുമാണ്. അവന് ഓർത്തോയിൽ കാണിക്കുന്നു, മരുന്ന് കഴിക്കുന്നു, അത് കഴിഞ്ഞ് ഫിസിഷ്യനെ കാണിച്ച് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറുന്നില്ല. അവർ +1 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആകെപ്പാടെ ഫാമിലി മൊത്തത്തിലാണ് നമ്മളെ കാണാൻ വരുന്നത്. നമ്മളെ കാണാൻ വരുന്നതിൻ്റെ കാര്യം തന്നെ ഇവരുടെ ഒരു വല്യമ്മ എൻ്റെ പേഷ്യൻ്റാണ്. അവർ നിരന്തരം എല്ലാ മാസവും പോയി ബ്ലഡ് കയറ്റേണ്ട ഒരു രീതിയിലായിരുന്നു അവരിരുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഒരു 5 വർഷമായി. ഇതിന് ശേഷം ഇതുവരെ അവർക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പം അത്ര കണ്ട് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞ് എന്തായാലും നമ്മൾ ഇത്രയും നാൾ ഇതും വെച്ചുകൊണ്ട് ഇരുന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെയാണ് വരുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ ഈ തോളുവേദന പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ പല മെഡിസിനെ കുറിച്ച് ചിന്തിച്ചെങ്കിലും ഞാൻ തുടങ്ങിയത് ആർണിക്കയിൽ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രയും മരുന്നൊക്കെ കഴിച്ച് വരുന്നതല്ലേ, നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യപ്പോഴത്തേക്ക് WBC 16,300, പ്ലേറ്റ്ലെറ്റ്സ് 70,000. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് രാവിലെ ചെയ്യുന്ന 4 മണിക്ക് എനിക്ക് റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ ഈ പനി നല്ല പനിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ എക്സംപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നേരത്തെ വന്നതിന് ശേഷമായിട്ടാണ് എങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഡെങ്കി ടെസ്റ്റും ഒക്കെ ചെയ്യാനായിട്ട് അന്ന് തന്നെ വിളിച്ച് പറയും. രാവിലെ അവർ ചെയ്തു, ഡെങ്കി നെഗറ്റീവാണ്. പക്ഷേ രണ്ടാമത്തെ ദിവസം രാവിലെ നോക്കുമ്പോൾ തന്നെ WBC ഈ പറഞ്ഞത് 16,000 ശിഷ്ടം എന്നുള്ളത് 16,300 എന്നുള്ളത് 9,500 അപ്പം വളരെ ഫാസ്റ്റായിട്ടാണ് ആ ബ്ലഡ് പിക്ചറിൽ ചേഞ്ച് ഉണ്ടായത്. അതിനുശേഷം അടുത്ത ദിവസം അന്ന് വൈകിട്ട് തന്നെ റിപ്പോർട്ട് വന്ന് ഡെങ്കി നെഗറ്റീവാണ്. അപ്പം ഞാൻ ഈ കൂട്ടത്തിൽ യൂറിനും എല്ലാം ടെസ്റ്റ് ചെയ്തെല്ലാം അതിനകത്തൊന്നും കാര്യമായ ഡിഫക്റ്റ് ഇല്ല.
അപ്പം 26-ാം തീയതി വീണ്ടും അപ്പൊ അത് അടുത്ത ദിവസം ഞാൻ പറഞ്ഞു നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് വീണ്ടും കാണിക്കണം. വൈകിട്ട് വീണ്ടും നമ്മളെ കാണാൻ വരുന്നു അടുത്ത ദിവസം. വരുമ്പോഴത്തേക്ക് ഈ പയ്യനിരുന്ന് ഇങ്ങനെ അണച്ചുകൊണ്ടിരിക്കുകയാണ്, ശരിക്കും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ടിപ്പിക്കൽ ആസ്മയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ESR കൂടുതലായിരുന്നു, 40 ഉണ്ടായിരുന്നു. അപ്പം ഇത് ന്യൂമോണിയ തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നു. 26-ാം തീയതി നോക്കുമ്പോഴത്തേക്ക്, അതായത് 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് WBC 6500, ESR 25, പ്ലേറ്റ്ലെറ്റ്സ് 2.2 ലക്ഷം. അതായത് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ നോക്കുമ്പോഴത്തേക്ക് ഈ 70,000 ആയിരുന്ന പ്ലേറ്റ്ലെറ്റ്സ് ഒറ്റയടിക്ക് 1.5 ലാക്കായി. അതായത് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ അതൊരു മിറക്കിളാണ് ശരിക്കും. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഇത് ക്ലിയർ കട്ട് എവിഡൻസ് ആണ്. നമുക്ക് എവിടെയും പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു കേസാണത്. അതിൻ്റെ 4-ാമത്തെ ദിവസമായപ്പോഴത്തേക്കാണ് WBC ഈ പറഞ്ഞ രീതിയിലായി, ESR 25 ആയി. പിന്നെ WBC അല്ല, പ്ലേറ്റ്ലെറ്റ്സ് 2,10,000 ആയി. അപ്പം ഇപ്പോഴീ പയ്യൻ കൃത്യമായി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. ആൾ മിടുക്കനായി. അവന് ഇതിനിടയ്ക്ക് ചൊവ്വാഴ്ച സ്കൂളിലൊരു ആലപ്പുഴയാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ പോകാൻ അവർ ഒരു ദിവസം കാറിൽ കൊണ്ടുപോയി, പിന്നത്തെ ദിവസമൊക്കെ ഇപ്പം സ്കൂട്ടറിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാസ്ക് വെച്ചാണ് പോകുന്നത്. റോഡ് മുഴുവൻ പണി നടക്കുന്നുണ്ട്, പൊടിയുള്ളതുകൊണ്ട്. ഇവൻ 1-ാമത്തെ ദിവസം തന്നെ അവിടെ പോയി ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. നല്ലൊരു ആർട്ടിസ്റ്റിക് എബിലിറ്റി ഉള്ള പയ്യനാണ്. അന്ന് ഡ്രോയിങ്ങിൽ അവന് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ചെയ്തു. അപ്പം നമുക്ക് ഇത്ര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹോമിയോപ്പതി മാത്രമാണ്. അപ്പോൾ ഈ റെസ്റ്റോക്സിൻ്റെ ഒരു പവർ, നമുക്ക് റെസ്റ്റോക്സ് അല്ല, ഈ ആർട്ടിക്കയുടെ ഒരു പവർ ഞാൻ പോലും കൃത്യമായിട്ടും എനിക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു അവസരമാണിത്. അതിനുശേഷം ഈ ആസ്മ വരുമ്പോഴും ഈ പയ്യൻ 2 ദിവസം രാത്രി കുത്തിയിരുന്ന് വലിച്ചു. ഞാൻ അവരോട് പറഞ്ഞ്, ആസ്മാറ്റിക് രീതിയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ ക്ഷമ കാണിക്കണം, പേടിക്കരുത്. അങ്ങനെ ഒരു 48 ഹവേഴ്സോളം ഇരുന്ന് ആസ്മ പോലെ വലിച്ച് അടുത്ത ദിവസം വരുമ്പോൾ നല്ല മിടുക്കനായിട്ട് പുഞ്ചിരിയായിട്ടാണ് വരുന്നത്. അപ്പം അതാണ് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു, ഇൻ കേസ് അത്യാവശ്യം ശ്വാസം മുട്ടൽ കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ 10 ഡ്രോപ്പ് വെച്ച് ആസ്പിഡോസർമ കൊടുത്തോളാൻ പറഞ്ഞായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ഒരു ഡോസ് ആൻറ്റിഡാട്ട് കൂടെ കൊടുത്തു. കാരണം ഫീവർ ത്രെട്ടണിങ് ന്യൂമോണിയ എന്നുള്ള കണ്ടീഷനിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഈ പയ്യൻ്റെ നാക്കെല്ലാം കോട്ടഡ് ടങ്ക് ആയിരുന്നു, വൈറ്റ് കോട്ടഡ് ആയിരുന്നു, എക്സ്ട്രീം വീക്ക്നെസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് ആൻറ്റിഡാട്ട് കൂടെ കൊടുത്തതിന് ശേഷം ഡ്രാസ്റ്റിക്കായിട്ട് എല്ലാം റിക്കവറായി. ഇപ്പോൾ ആൾ മിടുക്കനായി. ഇനിയിപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കോസ്റ്റിക്കാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ആർട്ടിസ്റ്റിക് എബിലിറ്റിയും ഈ പയ്യൻ്റെ സ്വഭാവ രീതികളും എല്ലാം അതിനോട് അടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കോസ്റ്റിക്ക അല്ല ആദ്യം കൊടുത്തത്. അപ്പം അത് ആർണിക്ക തന്നെയാണ്. ഇതൊന്ന് പറയാൻ വേണ്ടിയാണ്. നമുക്ക് വേറെ ഓക്കെ ഒരു മെഡിസിനും ടിഞ്ചറോ ഒന്നും തന്നെ വേണ്ടി വന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ ധനേഷ് ഡോക്ടറെ, സന്തോഷം. അതേപോലെ ആർണിക്കയുടെ മറ്റൊരു അനുഭവം ശ്രീനാഥ് ഡോക്ടർക്ക് കിട്ടി കാണുമെന്ന് വിചാരിക്കും. അതെ അതെ. അതായത് സാറ് പറഞ്ഞതുപോലെ, ഡോക്ടർ പറഞ്ഞതുപോലെ മിക്കവാറും നമ്മൾ ചെസ്റ്റ് പെയിൻ ആയിട്ട് വരും. ചില കുട്ടികളായാലും വലിയവരായാലും ചുമച്ച് തന്നെ അങ്ങ് ഫെഡപ്പ് ആവുന്ന കേസുകളുണ്ട്. ഒരു ചുമ പോലും ചുമക്കാൻ വയ്യ ഡോക്ടറെ, വയറുവേദന എടുക്കും എന്ന് പറയും. കാര്യം എന്താ, വയറുവേദന വരുന്നത് നമ്മൾ ചുമച്ചിട്ടാണ്. അങ്ങനെയുള്ള സ്ട്രെയിൻ എടുത്തിട്ട് ചുമ വരുമ്പോൾ നമ്മൾ മറ്റുള്ള ഇൻഡിക്കേറ്റർ മെഡിസിൻ്റെ കൂടെ ആർണിക്ക മസ്റ്റായിട്ട് കൊടുക്കണം. അത് 1-2 ഡോസ് കൊടുത്താലും മതി. ഭയങ്കര റിസൾട്ടാണ്. ആ വയറുവേദനയൊക്കെ പോയി ആള് നല്ല സ്വസ്ഥമാവുകയും ചെയ്യും. അതുപോലെ പിന്നെ വൊമിറ്റ് ചെയ്യുമ്പോഴും, വളരെ വയലന്റ് ആയിട്ട് വൊമിറ്റ് ചെയ്യുമ്പോഴും, ഇവിടെ ഇങ്ങനെ പൊട്ടാനോ അതിൻ്റെ വരുമ്പോഴും ആർണിക്കാൻ ഭയങ്കര നല്ല റിസൾട്ടാണ്. ഇവിടെ നീറ്റലും എല്ലാം ഭയങ്കര പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ഡോസ് ആർണിക്ക ആ ഒരു കേസിലും നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ആസ്മ കേസിലും നമ്മൾ ഇതേപോലെ ഭയങ്കരമായിട്ട് കൂടി ഇരിക്കുമ്പോഴും ആള് വലിച്ചിട്ട് തന്നെ ആ ലങ്ങിന്റെ കപ്പാസിറ്റി അത് പിന്നെ കുറഞ്ഞ് വരുന്നവർക്കും ഒക്കെ ആർണിക്ക ഭയങ്കര എഫക്റ്റീവാണ് ഈ ആസ്മ കേസിൽ. അതുപോലെ തന്നെ ചുമ വന്നിട്ട് നമ്മൾ മറ്റുള്ള മെഡിസിൻ കൊടുക്കുമല്ലോ, അതിൻ്റെ ഒപ്പം തന്നെ 1-2 ഡോസ് ആർണിക്ക കൊടുത്താൽ ഭയങ്കര റിസൾട്ട് ആർണിക്കയ്ക്കുണ്ട്. അത് സാധാരണ എല്ലാവരും കൊടുക്കാറുണ്ട്. വലിയ വേദനിക്കുമ്പോഴും കുഞ്ഞു പിള്ളേരായാലും നമ്മൾ ആർണിക്ക കൊടുക്കാറുണ്ട്. പിന്നെ എനിക്കൊരു ഇതേപോലെ ഈ ഉമാ തോമസിന്റെ സെയിം കേസ് എനിക്ക്
കിട്ടിയിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. അവര് ഇപ്പൊ പിന്നെ ഒരു കേസ് വന്നു. അത് അവരുടെ റിബ് പൊട്ടിയതാണ്. റിബ് പൊട്ടിയിട്ട് ഈ ലങ്സിനകത്തേക്ക് കുത്തി കയറിയിട്ട് 1 മാസം ലക്ഷറി കിടന്ന് നല്ല കാശ് പോയി. അപ്പോഴാണ് എന്നെ ഓർക്കുന്നത്. അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഡോക്ടറെ, ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇവിടെ എല്ലാ പെയിൻ കില്ലർ കഴിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ റിബ് ചെന്ന് ഓരോ ബ്രീത്തിലും റിബിൽ ചെന്ന് തട്ടങ്ങ പെയ്യുന്നുണ്ട്. അപ്പോഴും ഞാൻ ഇതേപോലെ തന്നെ മരുന്ന് ഇതുപോലെ എഴുതി കൊടുക്കുമായിരുന്നു. പനങ്കുലസ് ബൾബോസ 2 ഡോസ്, 2 ഡോസ്. ആർണിക്ക 200 ആണ് കൊടുത്തത്. വേറെ ഒരു മരുന്ന് ഞാൻ കൊടുത്തില്ല. സിംപൈറ്റം കൊടുക്കണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ ആദ്യം ഇതെങ്ങനെ ഉണ്ടോ നോക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവര് അടുത്ത ദിവസം എന്നെ വിളിച്ചത് ഇന്നലെ രാത്രിയാണ് ഉറങ്ങിയത്. അവർ 1 മാസമായിട്ട് ഈ ആക്സിഡന്റ് വെച്ചിട്ട് ഉറങ്ങുന്നില്ല. ഉറങ്ങാൻ പറ്റാത്തത് ഓരോ ബ്രീത്തിലും പെയിൻ ഉണ്ട്. അതുകൊണ്ട് അറിയാലോ, നമുക്ക് പിന്നെ ബ്രീത്ത് എടുക്കുമ്പോൾ പിന്നെ ബോണും കൂടെ അനങ്ങും. അപ്പൊ ആ ബോൺ പൊട്ടിയിരിക്കുന്നത് കാരണം ഭയങ്കര പെയിനായിരുന്നു. പിന്നീട് ഞാൻ സിംപൈറ്റം കൊടുത്തു അതിന്റെ ഫോളോ അപ്പ് ആയിട്ട്. അപ്പൊ നല്ല ഹീലിംഗ്. ഇപ്പൊ ആണ്ട് ഒരു അമ്മയ്ക്ക് ബോൺ പൊട്ടിപ്പോയി കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ വിളിച്ചേക്ക്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കേസുകളിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഇങ്ങനെ ആക്സിഡന്റ് വെച്ചിട്ട് ആഫ്റ്റർ, ട്രോമ ആഫ്റ്റർ, സ്ട്രോക്ക് ആഫ്റ്റർ എല്ലാം നമുക്ക് മെഡിസിൻ ആർണിക്കാൻ കൊടുക്കാൻ പറ്റും. ഓക്കെ സിനേസനൻ ഡോക്ടർ, 2 പേര് സംശയമായിട്ട് വെയിറ്റിംഗിലാണ്. അപ്പൊ അവർക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് കേൾക്കാം. ഡോക്ടർ പീതാംബരൻ ഡോക്ടറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തത്. ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കയ്യൊക്കെ ഇങ്ങനെ പൊക്കി കുറെ നേരം കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പീതാംബരൻ ഡോക്ടറെ സംസാരിച്ചോളൂ. ഞാനിതൊന്ന് കൂട്ടിച്ചേർക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതെന്റെ ശരിക്കും പറയണേ 2 മിനിറ്റ്. അത് തന്നെ. അതുകൊണ്ട് ഞാൻ കുറേ ഉണ്ട് പറയാൻ. ഒരു 2 കേസ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒന്ന് എൻ്റെ മോൻ്റെ ഒരു കേസാണ്. ഞാൻ ഇത് സർക്കാർ ജോലി കിട്ടിയിട്ട് കാസർഗോഡാണ് വന്നത്. കാസർഗോഡ് ഞങ്ങൾ താമസിക്കുമ്പോൾ എൻ്റെ കൂടെ 2 കുട്ടികളുമുണ്ട്. എൻ്റെ മൂത്ത മോളും ഇളയ മോനും. അവനന്ന് ഇത് ഞങ്ങൾ താമസിച്ച ഒരു വർഷം കഴിയുമ്പോൾക്ക് ഞങ്ങൾ ഒരു കെട്ടിടത്തിൻ്റെ വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു. അതിൻ്റെ മോൾ വശത്തായിരുന്നു അതിൻ്റെ കിടപ്പുമുറി ഉണ്ടായിരുന്നത്. അത് നല്ല വിശാലമായിട്ട് എല്ലാ സ്ഥലത്തും വെന്റിലേഷനുള്ള ഒരു മുറിയായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. മോൻ അവിടെ മുകളിൽ കിടക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്നൊരു ഒച്ച കേട്ട്. നോക്കിക്കഴിഞ്ഞപ്പോൾ മോൻ അവിടുത്തെ ഗോണിപ്പടി വളരെ സോഫ്റ്റാണ്, മരം കൊണ്ട് പഴയ രീതിയിലുള്ളൊരു വീടാണ്. ആ ഗോണിപ്പടി കേൾക്കുന്നില്ല, നെറ്റ് പോയെന്നാവുന്ന. ഡോക്ടറുടെ നെറ്റിന് പ്രശ്നമുണ്ട്. ഇത് ശ്വാസം വലിക്കുന്നുണ്ട്, ഹാർട്ട് അറ്റാക്കും ഉണ്ട്. അത് ഉടനെ തന്നെ ഞാൻ ആർണിക്ക കൊടുത്തു. ആർണിക്ക മാത്രമല്ല കൊടുത്തത്, ഒരു കൺകഷൻ ഉണ്ടെങ്കിൽ അതും കൂടി മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഡോക്ടർ പറഞ്ഞ ഇടയ്ക്ക് വെച്ച് അതിന്റെ പ്രസക്ത ഭാഗം കേട്ടില്ല. അവിടെ കട്ടിലിന്ന് വീണെന്നാണോ? അതെ, കട്ടിലിൽ നിന്ന് വീണതല്ല, മോളില് 1ാം തലയുടെ മുകളിലാണ് ഞങ്ങൾ കിടന്നിരുന്നത്. അതിന്റെ താഴത്തേക്ക് ഒരു ചവിട്ടുപടി ഉണ്ട്, ഒരു ഗോണിപ്പടി ഉണ്ട്. ആ ഗോണിപ്പടി എന്ന് പറഞ്ഞാൽ 1ാം നിലയിൽ നിന്ന് അത് താഴത്തെ ഡൗൺ ഫ്ലോറിലൊക്കെയാണ് ഉള്ളത്. അവിടെ നിന്ന് താഴത്തേക്ക് ഗോണിപ്പടിയുമേ കൂടി ഉരുണ്ട് വന്ന് താഴെ വന്ന് ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ആ പ്ലാറ്റ്ഫോം 2 സ്റ്റെപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഗോണിപ്പടി അങ്ങോട്ട് തുടങ്ങുന്നത്. ആ അവസ്ഥയിൽ അവനൊരു ബോധം ഉണ്ടായില്ല, അനങ്ങുന്നുമില്ലായിരുന്നു കുട്ടി. പക്ഷേ പൾസ് ഉണ്ടായിരുന്നു, ഹാർട്ട് ബീറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഹെമറേജ് ഉണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടി ഉടനെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അന്നേരം എനിക്ക് തോന്നി ആ ഇതിൽ ഉടനെ എടുത്ത് വണ്ടിയിൽ വെച്ച് ഒരു 24 കിലോമീറ്ററെങ്കിലും അകലെയാണ് എൻ്റെ ആശുപത്രി ഉള്ളത്, കാഞ്ഞങ്ങാട്. അങ്ങനെ കൊണ്ടുവന്ന അപകടകരമായിരിക്കുള്ളൂ. അപ്പം പൾസ് റെഡിയാണ്, ശ്വാസോച്ഛ്വാസം ഉണ്ട്, പക്ഷെ ആള് മിണ്ടണില്ല, കണ്ണ് തുറക്കുന്നില്ല. ഞാനത് ഈ മെഡിസിൻ കൊടുത്ത് കാത്തിരുന്നു. ഓരോ നിമിഷവും ഞാൻ പൾസും ഹാർട്ട് ബീറ്റും നോക്കിക്കൊണ്ടിരുന്നു. 3:45 മണിയാകുന്നത് വരെ ഈ കുട്ടി മിണ്ടാൻ തുടങ്ങിയിട്ടില്ല, കണ്ണും തുറക്കാൻ തുടങ്ങി. 3:45 മണിയായപ്പോൾ അവൻ കണ്ണ് തുറന്നു, മുല കുടിച്ചു. അതോടുകൂടിയാണ് എൻ്റെ ജീവൻ വീണത്. വേറെ ഒരു കംപ്ലൈൻറ്റും ആ കുട്ടിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു അവസരത്തിൽ ഇപ്പം അവൻ ഒരു ഹോമിയോ ഡോക്ടറാണ്, MD കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ. രണ്ടാമത്തെ അനുഭവം ഈ 2 വർഷം മുമ്പാണ്. എൻ്റെ വൈഫ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും പെട്ടെന്ന് ഒരു വശം അങ്ങോട്ട് കോടിപ്പോയി.
കൈ ഇങ്ങനെ ഒരു വശത്തേക്ക് തിരിഞ്ഞും പോയി. ഉടനെ തന്നെ ആർണിക്ക കൊടുത്ത് ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം ഒരു കുഴപ്പമില്ല, എല്ലാം നേരെയായി. ഇനി ഒരു 5-6 അനുഭവം കൂടി പറയാനുണ്ട്, ബാക്കിയുള്ള ആളുകൾക്ക് അത് നമുക്ക് പറയാനുള്ളത് കൊണ്ട് ഞാൻ അടുത്തൊരു നിർത്തുന്നു. ക്ലാസ്സിലാവും സാറേ. അടുത്തത് ജയചന്ദ്രൻ ഡോക്ടർ അതെ അതെ, ഞാൻ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്, പറയുന്നില്ല ഓക്കെ എന്ന് ഓക്കെ തന്നെ ഓക്കെ. പറഞ്ഞത്. കാരണം എന്തായാലും ബാക്കിയുള്ള സന്തോഷം. ആളുകളുണ്ട്. എന്നാ വ്യത്യസ്തമായ Thank you. മറ്റു 2 അനുഭവങ്ങൾ കൂടി ആർണിക്കയിൽ നമുക്ക് കിട്ടി. വളരെ സന്തോഷം, വളരെ സന്തോഷം. അടുത്തത് നമുക്ക് ജയചന്ദ്രൻ ഡോക്ടറിലേക്ക് പോകാം. ഡോക്ടറെ ചോദിച്ചോളൂ, സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. ഇന്ന് നമ്മുടെ ഡോക്ടർ വന്ന് വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ നെടുമങ്ങാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനും നെടുമങ്ങാടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കയറിയത്. പിന്നെ ഒരു 6-7 മാസത്തിന് മുമ്പ്, ഒരു 6-7 മാസത്തിന് മുമ്പ് ഒരാൾ എൻ്റെ ക്ലിനിക്കിൻ്റെ നടയിൽ വന്ന് ഉരുണ്ട് വീണു. അപ്പോൾ അയാളുടെ ദേഹം മൊത്തം ഒരുമാതിരി ചെതുമ്പല് പോലെ ഇരുന്ന ഒരു ബോഡിയാണ്. അയാൾ അവിടെ വന്ന് ഉരുണ്ട് വീണത് കൊണ്ട് ആളുകളുടെ അടുത്ത് എൻ്റെ ക്ലിനിക്കിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ആർണിക്ക കൊടുത്തു, പിന്നെ സൈലീഷ ടാബ്ലറ്റും ഒക്കെ കൊടുത്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വന്ന് ഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞൊക്കെ വിട്ടു. പിന്നെ അയാളെ കാണാനില്ലായിരുന്നു. ഇപ്പൊ ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് അയാളെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ കണ്ടു. അയാൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, അയാളെ കണ്ട നമ്മൾ അറപ്പ് തോന്നുന്ന ആൾ നല്ല സുന്ദരനായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിരുന്നു, ഇത്രയും നാൾ കണ്ടില്ലല്ലോ, എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് അയാളെ മക്കൾ വന്ന് അയാള് ആത്മഹത്യ ചെയ്യാൻ പോകണം, ഈ ശരീരം വെച്ച് ജീവിക്കാൻ വയ്യ, ഞാൻ ചാവാൻ പോകണമെന്ന് പറഞ്ഞിരുന്നപ്പോൾ മക്കൾ വന്ന് എവിടെ കൊണ്ടുപോയി. ഞാൻ ഇനി ഒരു മരുന്നും കഴിക്കാറില്ല, ഞാൻ ചാവാൻ പോകണമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. അപ്പൊ അന്നത്തെ ആ ആർണിക്കയിലും ആ സൈലീഷയിലും ഇയാള് സുന്ദരനായി മാറി. അയാളെ പോക്കറ്റിൽ ഇരുന്ന് പേഴ്സ് എടുത്ത് പറഞ്ഞു. അതെ അതെ. ഓക്കെ ജയചന്ദ്രൻ ഡോക്ടറെ, അത് വേറൊരു ആർണിക്ക ഒരു വലിയ ചർച്ചയിലേക്ക് വഴി തുറന്നിരിക്കുകയാണ്. അതെ. എന്തായാലും ഇത്രയും കാര്യങ്ങൾക്ക് ആർണിക്ക ഉപയോഗിക്കാമെന്ന് ഇന്നൊരു ക്ലാസ്സിലൂടെയും മറ്റ് ഡോക്ടർമാർക്ക് ഇനി ഇതുപോലെ പലരും പറയാതിരിക്കുന്നെങ്കിലും ഒരുപാട് സീനിയർ ഡോക്ടേഴ്സിനും ഒക്കെ അനുഭവങ്ങൾ ഇനിയും പറയാൻ കാണും. പീതാംബരൻ ഡോക്ടർക്ക് തന്നെ ഇനി 4-5 കേസുകളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഒരു ഭാഗവും കൂടി നമ്മൾ ചർച്ച വേണ്ടി വരും ആർണിക്കയെ കുറിച്ച്. എന്നാലേ അത് കംപ്ലീറ്റ് ആവൂ എന്നാണ് തോന്നുന്നത്. അബ്ദുൽ സലാം സാർ കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ സാറേ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്? സാറേ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടർ സീനയുടേത്. പിന്നെ വർഷങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് വന്നല്ലോ, വളരെ സന്തോഷം. അതെ. അതുപോലെ തന്നെ പീതാംബരൻ ഡോക്ടറുടെ ഒരു ക്ലാസ് കൂടി, ആ അനുഭവം ഒരു ക്ലാസ് ആയിട്ട് വെക്കാൻ ഒരു അഭിപ്രായമുണ്ട്. ഓക്കെ, നമുക്ക് പീതാംബരൻ ഡോക്ടറുടെയും മറ്റ് വേറെ സീനിയർ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ 3-4 പേരെ ഒപ്പിച്ച് നമുക്ക് ആർണിക്കയെ കുറിച്ച് ഒരു സെക്ഷൻ കൂടി തീർച്ചയായിട്ടും നമുക്ക് വെക്കാം. ശ്രീനാസുരൻ ഡോക്ടർ അങ്ങോട്ട് പോയി കാണുന്നില്ലല്ലേ? പീതാംബരൻ ഡോക്ടറുടെ നമ്പർ ഒന്ന് പറയോ? നമുക്കൊന്ന് പീതാംബരൻ ഡോക്ടറുടെ നമ്പർ ഒന്ന് പറയുമോ? പീതാംബരൻ ഡോക്ടറുടെ നമ്പർ 9447 കേൾക്കാമോ? കേൾക്കാം. 9447 854681. ഓക്കെ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും പീതാംബരൻ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ആർണിക്കയെ കുറിച്ച് മറ്റൊരു സെക്ഷൻ ഉടനെ പ്രതീക്ഷിക്കുന്നു. അവ വളരെ നല്ല ഒരു ചർച്ചയ്ക്ക് വഴിതെളിക്കുകയും ഒരുപാട് അനുഭവങ്ങൾ ആർണിക്കയെ കുറിച്ച് പറയുകയും ചെയ്തു ഇന്ന് ശ്രീനാസുരൻ ഡോക്ടർ. ശ്രീനാസുരൻ ഡോക്ടർ വളരെ ആക്റ്റീവ് ആൻഡ് എന്തൂസിയാസ്റ്റിക് പേഴ്സൺ ആണ്. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുന്ന ഡോക്ടറാണ്. നമുക്ക് സംസാരിച്ചാൽ തന്നെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ഇപ്പോഴും ആ സുഹൃത്ത് ബന്ധമൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. വളരെ സന്തോഷം വീണ്ടും കണ്ടതിൽ. ഇതുപോലെ നല്ലൊരു ക്ലാസ് എടുത്ത ശ്രീനാസുരൻ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന്, ശ്രീനാസുരൻ ഡോക്ടറുടെ ഫ്രണ്ടിനെ ഇതിൽ കണ്ടു, വിളിച്ചു നോക്കാം. സൂസൻ ഡോക്ടർ ഉണ്ടോ? സൂസൻ ജോൺ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തില്ലേലും വേണ്ടി, അല്ല വീഡിയോ ഓൺ ചെയ്തില്ലേലും വേണ്ടൂല. ശ്രീനാസുരൻ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് സൂസൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. പറയാമോ സൂസൻ ഡോക്ടറെ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ?
സൂസൻ ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആ, സൂസൻ ഡോക്ടറും സീനാസുരൻ ഡോക്ടറൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. സൂസൻ ഡോക്ടർ ഒരു റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂടിയാണ്. ഡോക്ടറെ സംസാരിച്ചോളൂ. നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടറെ ക്ഷണിക്കുകയാണ്. സീനയുടെ ക്ലാസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കയറിയതാണ്. ഞാൻ ഒത്തിരി നാളായിട്ട് ഞാനിത് കയറിയിട്ടില്ല. പിന്നെ സീനയുടെ ഭയങ്കര ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എല്ലാവരും കൂടെ ചൈനയിൽ പോയായിരുന്നു. സീനയുടെ നെറ്റി ചേർന്ന് ഒരു അയൺ ബാറിൽ ഇടിച്ചിട്ട് നെറ്റിയിൽ നല്ല സുന്ദര ഒരു മുഴയൊക്കെ വന്ന് ഭയങ്കര തലകറങ്ങുകയും ഒക്കെ. പെട്ടെന്ന് ആർണിക്ക 200 കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കൊടുത്ത് സീന ഭയങ്കര അതിശയകരമായിട്ട് അന്നത്തെ എല്ലായിടത്തും നടക്കുകയും എല്ലാം. ഞങ്ങളുടെ ടൂറിൽ ഒരു കുഴപ്പവും ഇല്ലാതെ സീന തിരിച്ചു വരാനും എല്ലാം സാധിച്ചു. എന്തായാലും സീനയ്ക്ക് അന്നേരം മുതലേ ഒരു ത്രില്ലുണ്ട്. ഈ ആർണിക്കയുടെ ക്ലാസ് ഒരെണ്ണം എടുക്കണമെന്ന് ഞങ്ങൾ ചൈനയിൽ പോയി വന്നപ്പോൾ മുതൽ. സീനയ്ക്ക് എല്ലാവിധ ആശംസകളും. ഇത്രയും ഒരു നല്ല ക്ലാസ് എടുക്കാനും ഇത്രയും ഒരു ക്രൗഡിൽ ഇത് അവതരിപ്പിക്കാനും സാധിച്ചതിൽ സീനയ്ക്ക് നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് എല്ലാവർക്കും ആർണിക്കയെ കുറിച്ച് ഒന്നും കൂടെ പഠിക്കാം. എന്നെ ഇതായിട്ട് വിളിച്ച ഷൈല ഡോക്ടർക്കും നന്ദി പറയുന്നു. IFPHലെ എല്ലാ ഡോക്ടേഴ്സിനും നന്ദി. ഓക്കെ, ഗുഡ് നൈറ്റ്. വളരെ സന്തോഷം ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിലും അതുപോലെ നന്ദി പറയാൻ എത്തിയതിൽ പ്രത്യേകം നന്ദി സൂസൻ ഡോക്ടർക്കും അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നല്ല ക്ലാസ്സോടുകൂടി നമ്മുടെ സമയം ഒരുപാട് 2 മിനിറ്റ് അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.